കഥ തുടരുന്നു. സൂര്യമൂർത്തിയോടൊപ്പം തിരുവനന്തപുരത്തേക്ക് മടങ്ങുമ്പോൾ ആഹ്ലാദവാനായിരുന്നു മാനേജർ അനന്തമൂർത്തി. ഏതായാലും ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവായിരിക്കുന്നു. ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആരൊക്കെ ബാക്കി കാണുമായിരുന്നു എന്ന് ചിന്തിക്കാൻ പ്രയാസം. മടക്കയാത്രയിൽ ഒറ്റ അക്ഷരം പോലും സംസാരിച്ചില്ല സൂര്യമൂർത്തി. കനത്ത മുഖം, ഇര കയ്യിൽ നിന്നും വഴുതിപ്പോയതിൻ്റെ കോപം. അവസാനം തെല്ലെങ്കിലും ആ മനസ്സിൽ ആശ്വാസം കിട്ടിയിരിക്കുന്നത് കരുണദാസിൻ്റെ ഒരു താവളത്തിന് ബോംബ് വച്ചപ്പോഴായിരിക്കുമെന്ന് അനന്തകൃഷ്ണന് തോന്നി. നേരം ഏതാണ്ട് വെളുത്തു കഴിഞ്ഞപ്പോഴാണ് മൂർത്തിയുടെ താവളത്തിലെത്തിയത്. അനന്തകൃഷ്ണൻ തൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ ഭാവിക്കുമ്പോൾ മൂർത്തി അടുത്ത് വിളിച്ചു. എന്താ മുതലാളി? കരുണദാസ് നിനക്ക് എന്ത് തന്നു? അനന്തകൃഷ്ണൻ ഒന്ന് ഞെട്ടി. മുതലാളി, അത് പണമായോണോ മറ്റെന്തെങ്കിലും ആയോണോ അവൻ നിന്നെ സ്വാധീനിച്ചത്? അനന്തകൃഷ്ണൻ്റെ തൊണ്ടയിലെ ജലം വറ്റി വരണ്ടു. വിവശനായി അയാൾ കസേരയുടെ വക്കിൽ അള്ളിപ്പിടിച്ചു. സൂര്യമൂർത്തിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള കരുത്തില്ലായിരുന്നു അനന്തകൃഷ്ണന്. താൻ പെട്ടുപോയിരിക്കുന്നു. ഇനി എന്താണെന്താ? എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിന്റെ പക്കൽ ഇല്ലെന്നുണ്ടോ? ആ മുഖത്തേക്ക് തന്നെ ദൃഷ്ടികൾ ഊന്നിക്കൊണ്ടായിരുന്നു അയാളുടെ ചോദ്യം. മുതലാളി, ഞാൻ കള്ളം പറയുന്നവർക്കും എന്നോടത് കാണിക്കുന്നവർക്കും ഞാൻ എന്തു മറുപടിയാണ് കൊടുക്കാറുള്ളതെന്ന് നിന്നെ പ്രത്യേകം പറഞ്ഞ് ബോധിപ്പിക്കണ്ടല്ലോ, അല്ലേ? നിമിഷങ്ങൾക്കുള്ളിൽ വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞിരുന്നു അനന്തകൃഷ്ണൻ. ക്ഷണത്തിൽ അയാൾ മൂർത്തിയുടെ കാൽക്കലേക്ക് വീണു. ഒരബ്ദം പറ്റിപ്പോയി മുതലാളി. ഇത്രയും കാലം അങ്ങയുടെ കൂടെ നിന്നവനാണല്ലോ എന്നുള്ള പരിഗണനയെങ്കിലും എനിക്ക് തരണം. എന്നെ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണ് അയാൾ. നീ എണീൽക്ക്. സങ്കോചത്തോടെ അയാൾ എണീറ്റു. സൂര്യമൂർത്തിയുടെ കണ്ണുകളിൽ കത്തി നിന്നിരുന്ന കനലുകൾ അണഞ്ഞിരിക്കുന്നു എന്നത് ഒരു ആശ്വാസത്തോടെ അയാൾ കണ്ടു. അതിൻ്റെ അർത്ഥം ഇദ്ദേഹം തന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണോ? അനന്തകൃഷ്ണന് അങ്ങനെ തോന്നി. ഇത്രയും കാലം ഒപ്പം നിന്നതിന് ഇങ്ങനെ ഒരു ഫേവർ തനിക്ക് മാത്രം തന്നോ? ഒരു ചുരുട്ട് കൊളുത്തിക്കൊണ്ട് മൂർത്തി മുറിയിൽ പതിയെ നടന്നു. അതിനിടെ അനന്തകൃഷ്ണനോട് പറഞ്ഞു, നീ കോവളത്തെ ഹോട്ടലിൽ പോയെന്നും കരുണദാസിനെ കണ്ടെന്നും അയാൾ നിനക്ക് ഒരു പെട്ടി പണം തന്നെന്നും പിന്നീട് തന്ത്രപൂർവ്വം അയാളുടെ ആളുകൾ തന്നെ ആ പണം തട്ടിയെടുത്തെന്നും മറ്റും ഞാൻ അറിഞ്ഞു. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു എങ്കിൽ എനിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയതെന്ന് മാത്രം. അല്ലെങ്കിൽ കരുണദാസ് ഈ തലസ്ഥാന നഗരം കടന്ന് ഒരിക്കലും മടങ്ങിപ്പോവില്ലായിരുന്നു. നീയും അയാളോടൊപ്പം ചേർന്ന് എന്നറിഞ്ഞ നിമിഷം നിന്നെ വകവരുത്തിയാലോ എന്ന് ചിന്തിച്ചതാണ് ഞാൻ. പിന്നീട് വേണ്ടെന്ന് വെച്ചു. കളികൾ എവിടം വരെ തുടരുന്നുണ്ട് എന്നറിയുവാൻ. നടക്കുന്നതിനിടയിൽ തന്നെ മൂർത്തി ചുരുട്ട് ആഞ്ഞു വലിച്ചു. കരുണദാസ് തന്നെയാണ് ആ പണം തട്ടിയെടുത്തതെന്ന കാര്യം ഇപ്പോൾ മാത്രമാണ് അനന്തകൃഷ്ണൻ അറിയുന്നത്. ഇനി എന്ത് പറയണമെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. മൂർത്തി തുടർന്നു. പക്ഷേ ഒന്ന് ഞാൻ തീർത്തു പറയാം അനന്ത. ഇനി നിന്നെ എൻ്റെ കൂടെ നിർത്തുവാൻ എനിക്കാവില്ല. നീ എത്ര തന്നെ പറഞ്ഞാലും ഇനി എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയില്ല. നീ ഇങ്ങനെ രണ്ട് തോണിയും ചവിട്ടി നിൽക്കാതിരുന്നെങ്കിൽ, ആ മെസ്സേജ് കരുണദാസിന് കൈമാറാതിരുന്നെങ്കിൽ ഒരിക്കലും അവന് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. രാധാമണി ആരുടെ മുന്നിലും എൻ്റെ കാര്യം സംസാരിക്കില്ലായിരുന്നു. അനന്തകൃഷ്ണൻ തല കുനിച്ചു നിന്നു. നിനക്ക് പോകാം. കൂടുതൽ നേരം നിന്നെ കണ്ടുകൊണ്ട് നിന്നാൽ എനിക്ക് സമനില തെറ്റിപ്പോകും. സൂര്യമൂർത്തി താൻ ഒപ്പിട്ട ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്ത് നീട്ടി. നിനക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം. പക്ഷേ ഇനി ഇങ്ങോട്ട് വരരുതെന്ന് മാത്രം. ആ ചെക്ക് കയ്യിൽ വാങ്ങുമ്പോൾ വിരലുകളുടെ വിറയൽ മൂർത്തി കണ്ടു. പോയിക്കോ. പ്രാണൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ അനന്തകൃഷ്ണൻ മൂർത്തിയുടെ താവളത്തിൻ്റെ പടികളിറങ്ങി. തൻ്റെ കാറിൽ കടന്നിരുന്നിട്ട് അയാൾ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഈ നടന്നതൊക്കെ ഒരു സ്വപ്നമെന്ന് കരുതാനേ ഇപ്പോഴാകുന്നുള്ളൂ. എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളെ മൂർത്തി മുതലാളി ജീവനോടെ വിടുക എന്ന് പറഞ്ഞാൽ? അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു. ഗേറ്റ് കടന്ന് അത് മറയുന്നത് ജനാൽക്കൽ നിന്ന് കാണുകയായിരുന്നു സൂര്യമൂർത്തി. അപ്പോൾ ആ മുഖത്ത് പഴയ വന്യഭാവം തിരികെ വന്നിരുന്നു. അനന്തകൃഷ്ണൻ്റെ കാർ കഷ്ടിച്ച് 10 മിനിറ്റ് ഓടിക്കാണും. പ്രധാന പാതയിലേക്ക് കടന്നു. ഈ വിവരം കരുണദാസിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ എന്ന് ആദ്യം ചിന്തിച്ചു. പിന്നെ ഓർത്തു, ഇനി ആ ചതിയനുമായുള്ള യാതൊരു ബന്ധവും വേണ്ട. പ്രധാന നിരത്തിലൂടെ കഷ്ടിച്ച് 2 കിലോമീറ്റർ ഓടിക്കാണും. പെട്ടെന്ന് അന്തരീക്ഷത്തെ യാഗ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു സ്ഫോടന ശബ്ദമുയർന്നു. അനന്തകൃഷ്ണൻ്റെ കാർ ഒരു തീമലയായി ചിതറിത്തെറിക്കുകയായിരുന്നു. അയാളുടെ ശരീരഭാഗങ്ങൾ ബിസ്ക്കറ്റ് കഷ്ണങ്ങൾ പോലെ ചിതറിപ്പോയി. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം സ്പിരിറ്റ് ബിസിനസ് നടത്തുന്നത് കർണനാണ്. എന്തിനും എപ്പോഴും അവൻ്റെയൊപ്പം സന്തത സഹചാരിയായി മണിവേലുവും അവരുടെ ബാങ്ക് ബാലൻസ് ദിനംപ്രതി വർദ്ധിക്കുകയാണ്. എക്സൈസ് മന്ത്രിയാണെങ്കിൽ കർണൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം ഉള്ളതുപോലെയാണ്. കാരണം ആ കാസറ്റ് അവൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം തൻ്റെ നില സുരക്ഷിതമല്ലെന്ന് സുഗതരാജനറിയാം. പലപ്പോഴും അയാൾ അവനോട് അത് ചോദിച്ചിട്ടുണ്ടെങ്കിലും സമയമാകുമ്പോൾ തരാം എന്നായിരുന്നു അവൻ്റെ മറുപടി. സന്ധ്യ കഴിഞ്ഞ നേരത്താണ് ആ ടാറ്റ സഫാരി പത്തനംതിട്ടയിൽ എത്തിയത്. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ കർണനായിരുന്നു. പത്തനംതിട്ട നഗരത്തിലൂടെ പലതവണ ആ വാഹനം ആരെയോ തിരഞ്ഞുപോയി. കർണൻ പറഞ്ഞ നമ്പറുള്ള കാർ
അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു മണിവേലുവും. അവസാനം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് മുന്നിലുള്ള ടാക്സി സ്റ്റാൻഡിൽ മണിവേലു ഇറങ്ങി ആ നമ്പറുള്ള കാർ തിരക്കി. മറ്റു ഡ്രൈവർമാർക്കൊക്കെ അടുത്തുകൂടി. എന്നതാ സാറേ കാര്യം? അല്ല, അതിൻ്റെ ഡ്രൈവർ എൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു. ഒത്തിരി കാലം മുൻപുള്ള പരിചയമാ. എന്നെങ്കിലും ഇവിടെ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരുന്നു. ആളിനെ ഞങ്ങൾക്ക് ഏകദേശം അറിയാം. പക്ഷേ അവനിപ്പോൾ ആ വണ്ടി വിറ്റു. പകരം പുതിയതൊന്നും എടുത്തു. പ്രക്കാനം ജംഗ്ഷനിൽ കിടന്ന ഓടുന്നത്. വണ്ടി നമ്പർ KL3F. അവർ നമ്പർ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന കർണൻ ആ നമ്പർ മനസ്സിൽ കുറിച്ചിട്ടു. ഡ്രൈവർമാർക്ക് നന്ദി പറഞ്ഞ് മണിവേലു സഫാരിയിലേക്ക് കയറി. കർണൻ വണ്ടി തിരിച്ച് പ്രക്കാനത്തിന് വിട്ടു. അവിടെ വന്നപ്പോൾ ഒറ്റ കാറ് പോലുമില്ല. ഒരു കടയിൽ തിരക്കി. അവനിപ്പം വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇനി ഓട്ടം കിട്ടത്തില്ലെന്ന് കരുതി വീട്ടിൽ പോയി കാണും. എവിടെയാ വീട്? ഇവിടുന്ന് ഇച്ചിരി പടിഞ്ഞാറോട്ട് പോകണം. ഒരു സ്കൂൾ കാണാം, അതിനടുത്താ. അവിടെ ചെന്നിട്ട് ഡ്രൈവർ സോമൻ്റെ വീട് ചോദിച്ചാൽ മതി. ശരി. ഏതാണ്ട് 1.5 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോൾ സ്കൂൾ കണ്ടു. അവിടെ തിരക്കി. സോമൻ്റെ വീട് കണ്ടെത്തി. കർണൻ ഇറങ്ങി വാതിലിൽ തട്ടി. അത് തുറക്കപ്പെട്ടു. അന്ന് റാണിമോളെ ആശുപത്രിയിലാക്കാൻ താൻ പറഞ്ഞുവിട്ട കാറിൻ്റെ ഡ്രൈവറെ അവൻ തിരിച്ചറിഞ്ഞു. സോമനും കർണനെ സൂക്ഷിച്ചു നോക്കി. എന്നെ ഓർമ്മയുണ്ടോ? കർണൻ തിരക്കി. സോമൻ്റെ കണ്ണുകളിൽ സംശയം. ഞാൻ കണ്ടതായി ഓർക്കുന്നു, പക്ഷേ ചിന്തിച്ച് തലപ്പുണ്ണാക്കണ്ട. ഞാൻ തന്നെ പറയാം. അകത്തേക്കിരിക്കാം. താങ്ക്സ്. കർണനും മണിവേലുവും കടന്നിരുന്നു. കർണൻ ആ പഴയ സംഭവം പറഞ്ഞു. ശരിയാ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. ആ സ്ത്രീയെയും കുട്ടിയെയും ആശുപത്രിയിൽ കൊണ്ടുപോയത് ഞാൻ തന്നെയാ. അയാൾ സമ്മതിച്ചു. അതിനുശേഷമുള്ള കാര്യമാണ് എനിക്കറിയേണ്ടത്. അവരെ ആശുപത്രിയിൽ വിട്ടിട്ട് ഞാൻ പോന്നു. പക്ഷേ ആരാണ് അവരെ സഹായിച്ചതെന്ന് ചോദിച്ച് കുറച്ച് ദിവസങ്ങളോളം ആളുകൾ ഇവിടെ കറങ്ങുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, നിങ്ങൾ താമസിച്ചിരുന്ന ആ വീട്ടിൽ പിന്നീട് ഇതുവരെയും ആരും താമസിച്ചിട്ടുമില്ല. എൻ്റെ ഭാര്യയും കുഞ്ഞും. എനിക്ക് അവരെക്കുറിച്ചാണ് അറിയേണ്ടത്, കർണൻ ഓർമ്മിപ്പിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞ് ഞാൻ ആശുപത്രിയിലേക്ക് ഒരു ഓട്ടം പോയിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് തിരക്കി. എനിക്കറിയാൻ കഴിഞ്ഞത് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു എന്നാണ്. അല്പനേരം ചിന്താഭാരത്തോടെ ഇരുന്ന കർണൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ മണിവേലുവിനെ നോക്കി. പോകാം. ഇരുവരും എണീറ്റു. നന്ദി സുഹൃത്തെ. കർണൻ സോമൻ്റെ കൈപിടിച്ച് കുലുക്കി. മടങ്ങും വഴി അവൻ മണിവേലുവിനോട് പറഞ്ഞു. സീതയും മോളും മൂർത്തിയുടെ കയ്യിൽപ്പെട്ടിട്ടില്ലെന്ന് ആശ്വസിക്കാം. പക്ഷേ അവരെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എനിക്കറിയില്ല. കാണുമായിരിക്കും എന്നെങ്കിലും. അതുവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. കർണൻ്റെ കാൽ ആക്സിലേറ്ററിൽ ഞെരിച്ചു. ചക്രങ്ങൾ ചിറകുകളാക്കി സഫാരി പാഞ്ഞു. കാലം കഴിയുകയാണ്. കർണനും മണിവേലുവും പിന്നെയും വളർന്നു. അവർ ഇന്ന് സ്പിരിറ്റ് മാഫിയ രംഗത്തെ ഒഴിച്ചുകൂടാനാവാത്ത 2 മഹാവൃക്ഷങ്ങളാണ്. സൂര്യമൂർത്തിക്കും കരുണാദാസിനുമുണ്ട് ബിസിനസ്സുകൾ ചെറിയ തോതിൽ. അവർ പക്ഷേ മറ്റ് രംഗങ്ങളിൽ കൂടി തങ്ങളുടെ വേരുകൾ ഊന്നിയിരിക്കുന്നു. ഇന്നും അവസരം കിട്ടിയാൽ അവർ പരസ്പരം കൊല്ലാനും ചാവാനും ഒരുങ്ങും. ഒരിക്കൽ പോലും കർണൻ അവരെ നേരിൽ കണ്ടിട്ടില്ല. തൻ്റെ പഴയ ഡ്രൈവറാണ് മധ്യരാജാവ് കർണൻ എന്ന് സൂര്യമൂർത്തി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മന്ത്രിസഭയും മാറിയിരിക്കുന്നു. എക്സൈസ് മന്ത്രി സുഗതരാജൻ ഇപ്പോൾ പ്രതിപക്ഷത്താണ്. പുതിയ മന്ത്രിസഭയും മദ്യനയത്തിൽ കാര്യമായ മാറ്റം നടത്തിയിട്ടില്ല. ഇലക്ഷൻ സമയത്ത് കർണൻ വാരിക്കോരി കൊടുക്കുന്നതിനാൽ അവൻ ഭരണകക്ഷിയുടെ അഭ്യുദയകാംക്ഷിയാണ്. കർണൻ്റെ കോക്കസിൽ ഇന്ന് ധാരാളം ആളുകളുണ്ട്. പ്രധാന നഗരങ്ങളിലൊക്കെ അവനും മണിവേലുവിനും ബാർ ഹോട്ടലുകളുമുണ്ട്. ഒരു ദിവസം തങ്ങളുടെ പുതിയ 3 സ്റ്റാർ ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കർണനും മണിവേലുവും. പെട്ടെന്ന് മൊബൈൽ ഫോൺ ശബ്ദിച്ചു. നീന്തി കരയ്ക്ക് കയറി അവൻ ഫോൺ എടുത്തു. റിസപ്ഷനിൽ നിന്നായിരുന്നു കാൾ. സാർ, സൂര്യമൂർത്തി നമ്മുടെ ഹോട്ടലിൽ വന്നിരിക്കുന്നു. റൂം നമ്പർ 303 പോയിട്ടുണ്ട്. കർണൻ പിടഞ്ഞുണർന്നു. അവൻ്റെ കണ്ണുകൾ തിളങ്ങി, വൈരം പോലെ. സൂര്യമൂർത്തി തങ്ങളുടെ ഹോട്ടൽ മുറിയിൽ 303. കർണൻ്റെ സിരകൾ ത്രസിച്ചു. മണിവേലു കുളത്തിൽ പതിയെ നീന്തുകയായിരുന്നു. കയറി വാ മണി. ഫോൺ ഓഫ് ചെയ്യുന്നതിനിടയിൽ കർണൻ വിളിച്ചു പറഞ്ഞു. നീന്തുന്നതിനിടയിൽ തന്നെ അയാൾ തല തിരിച്ചു നോക്കി. കർണൻ്റെ ഭാവം കണ്ടപ്പോൾ വളരെ പ്രധാനപ്പെട്ട എന്തോ കാര്യമാണെന്ന് അയാൾക്ക് മനസ്സിലായി. മണിവേലു ധൃതിയിൽ കരയ്ക്ക് കയറി. എന്താ? സൂര്യമൂർത്തി എവിടെ? അയാൾ ചുറ്റും ശ്രദ്ധിച്ചു. ഇവിടെയല്ല, മുറിയിൽ. കർണൻ കാര്യം ചുരുക്കത്തിൽ പറഞ്ഞു. അനന്തരം വസ്ത്രം ധരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഭാവിക്കുന്നതിനിടയിൽ മണിവേലു കർണൻ്റെ തോളിൽ പിടിച്ചു. എന്താ നീക്കം? ചിന്തിക്കണം. ഏതായാലും ഇപ്പോൾ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഉചിതമല്ല. ഇനി അയാളുമായി ഒരു മുഖാമുഖം ഉണ്ടായാൽ ഞങ്ങളിൽ ഒരാൾ മാത്രമേ ബാക്കിയാവൂ. അതുകൊണ്ട് തൽക്കാലം അയാളുടെ പദ്ധതി എന്താണെന്നറിയുകയാണ് വേണ്ടത്. മണിവേലു തലകുലുക്കി. ഇരുവരും തങ്ങളുടെ പ്രൈവറ്റ് റൂമിലെത്തി. കർണൻ ഇൻ്റർകോമിലൂടെ ടെലിഫോൺ TV ഓപ്പറേറ്ററെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. പിന്നെ TV ഓൺ ചെയ്തു. അതിൽ ഒരു മുറി തെളിഞ്ഞു. 303. അവിടെ കിടക്കയിൽ ഇരിക്കുകയായിരുന്നു സൂര്യമൂർത്തി. കർണൻ അയാളെ ശ്രദ്ധിച്ചു.
താൻ കണ്ടിട്ടുള്ളതിൽ നിന്നും കാര്യമായ മാറ്റമൊന്നും അയാൾക്ക് ഉണ്ടായിട്ടില്ല. മൂർത്തിയോടൊപ്പം ഗുണ്ടാ നേതാവ് ദാവീദും ആരാച്ചാർ കാളിയനുമുണ്ട്. ഭിത്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന ക്യാമറ കണ്ണുകളെ അവർ കണ്ടില്ലെന്നുറപ്പ്. അല്ലെങ്കിൽ തന്നെ അവർക്ക് സംശയിക്കാൻ തക്കവണ്ണം ഒന്നുമില്ലല്ലോ എന്ന് കർണൻ ഓർത്തു. കാരണം തൻ്റെയോ മണിവേലുവിൻ്റെയോ പേരിലല്ല ഈ ഹോട്ടൽ, സീതയുടെ പേരിലാണ്. സൂര്യമൂർത്തി അനുജന്മാരോട് പറയുകയായിരുന്നു, മെസ്സേജ് കിട്ടിയാലുടനെ നിങ്ങൾ പുറപ്പെടണം. ഒരിടത്തും യാതൊരു സംശയത്തിനും ഇടയുണ്ടാവില്ല. കാരണം ഈ വിവരം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്ന് സങ്കല്പിക്കാൻ പോലുമാവില്ല കരുണദാസിന്. അത്ര രഹസ്യമായ ഒരു ഓപ്പറേഷനാണല്ലോ ഇത്. പക്ഷേ സാധനം നമ്മൾ ഈ മുറിയിൽ സൂക്ഷിക്കുന്നത് ഉചിതമല്ല മുതലാളി. പ്രത്യേകിച്ചും ഇതൊരു ഹോട്ടലായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു റെയ്ഡുണ്ടായാൽ. ശരിയാണ്. മൂർത്തി ആലോചനയുടെ തലയാട്ടി. അനന്തരം ഒരു സിഗരറ്റിന് തീ കൊളുത്തി ഊതിപ്പറത്തിയ പുകയിലേക്ക് നോക്കി അല്പനേരം ഇരുന്നിട്ടാണ് ബാക്കി പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, സാധനം വണ്ടിയിൽ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ കോയമ്പത്തൂർ പാർട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. സാധനം കൈമാറിക്കഴിഞ്ഞാൽ ബാക്കി റിസ്ക്കൊക്കെ അവർക്കുള്ളതാണ്. കരുണദാസ് എത്ര വലിയവനാണെങ്കിലും കോയമ്പത്തൂർ പാർട്ടിയോട് കളിക്കാനുള്ള ധൈര്യം അവനുണ്ടാവില്ല. ദാവീദും കാളിയനും തലകുലുക്കി. എല്ലാം ടി വിയിൽ കാണുകയായിരുന്ന കർണൻ മണിവേലുവിൻ്റെ നേരെ മുഖം തിരിച്ചു. അവരുടെ പദ്ധതി എന്താണെന്ന് തനിക്ക് പിടികിട്ടിയോ? ഇല്ലെന്ന ഭാവത്തിൽ അയാൾ തലയാട്ടി. കരുണദാസിന് വരുന്ന ചരക്കെന്തോ അടിച്ചുമാറ്റി കോയമ്പത്തൂർ പാർട്ടിക്ക് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് മൂർത്തി. പക്ഷേ അത് അവർക്ക് ഇരുവർക്കും കിട്ടാൻ പോകുന്നില്ല. പിന്നെ നമുക്കുള്ളതാണത്. മണിവേലുവിൻ്റെ മുഖത്തും ഒരു കള്ളച്ചിരി വിരിഞ്ഞു. കർണൻ അപ്പോൾ തന്നെ റിസപ്ഷനിസ്റ്റിനെ വിളിച്ച് മൂർത്തി വേറെ റൂം വല്ലതും ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് തിരക്കി. ഉണ്ടെന്ന മറുപടിയും കിട്ടി. കർണൻ സീറ്റിൽ പിന്നോട്ട് ചാരി അനന്തരം കണ്ണുകളടച്ചിരുന്നു. രാത്രി കടൽ തീരം ശാന്തമായിരുന്നു. നേരിയ നാട്ടുവെളിച്ചത്തിൽ തിരമാല തലപ്പുകൾ വെള്ളി പോലെ തിളങ്ങി. കടലിൽ മീൻപിടുത്തക്കാരുടെ ബോട്ടുകളിലെ ചലിക്കുന്ന വെളിച്ചം കാണാമായിരുന്നു. നിരനിരയായി നിന്നിരുന്ന തെങ്ങുകളുടെ അടിയിൽ പൊടുന്നനെ ചില നിഴലുകൾ അനങ്ങി. അപ്പോൾ ഒരു ചെറിയ സ്പീഡ് ബോട്ട് കരയെ ലക്ഷ്യം വെച്ച് വരുന്നുണ്ടായിരുന്നു. തെങ്ങിൻ ചൂട്ടിൽ നിന്നിറങ്ങിയ നിഴൽ രൂപങ്ങൾ തിരമാല തലപ്പിന് നേരെ ചെന്നു. തല്ലകലെ ബോട്ട് നിശ്ചലമായി. അതിൽ നിന്നും ഒരു ടോർച്ച് 2 തവണ മിന്നി. ഉടനെ കരയിൽ നിന്നിരുന്നവരും സിഗ്നൽ കാണിച്ചു. ബോട്ടിൽ നിന്നിരുന്നവർ കടലിലേക്ക് എന്തോ ഇട്ടു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആ സാധനം അടുത്ത തിരമാലയിൽ കരയ്ക്കെത്തി. ഒരു പ്ലാസ്റ്റിക് ബോളായിരുന്നു അത്. പക്ഷേ അതിൽ ഒരു കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു. കരയിൽ നിന്നിരുന്നവർ ആ കയറിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ബോട്ട് അകന്നകന്നു പോയി. കയറിൻ്റെ അഗ്രത്തിൽ ഒരു വലിയ കറുത്ത പെട്ടിയുണ്ടായിരുന്നു. കരയിൽ നിന്നിരുന്നവർ ആയാസപ്പെട്ട് അത് വലിച്ചു കയറ്റി. പിന്നെ റോഡിലേക്ക് കൊണ്ടുപോയി. അടുത്ത നിമിഷം ഒരു മാരുതി വാൻ ചീറിപ്പാഞ്ഞു വന്ന് അവർക്കിടയിൽ ബ്രേക്കിട്ടു. പിന്നിലെ ഡോർ നിരങ്ങി മാറി. പെട്ടിയുമായി വന്നവർ ആദ്യം അത് വാനിനുള്ളിലേക്ക് വെച്ചു. പിന്നെ കയറാൻ ഭാവിക്കുമ്പോൾ പൊടുന്നനെ വാനിനുള്ളിൽ നിന്നും ഉരുക്കുമുഷ്ടികൾ ചീറി വന്നു. വല്ലാത്തൊരു നിലവിളിയോടെ മുഖം ചതഞ്ഞ് അവർ പിന്നോട്ട് മലർന്നു. ഡോർ അടഞ്ഞു. വന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ വാൻ മുന്നോട്ട് പാഞ്ഞു. തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി അവർ റോഡിൽ നിന്നും ചാടി എഴുന്നേൽക്കവേ മറ്റൊരു മാരുതി വാൻ അവിടെ എത്തി. ഞങ്ങളുടെ വണ്ടിയാണ് അതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതേ നിറവും നമ്പറുമായിരുന്നു ആദ്യത്തെ വാനിൻ്റേതും. പെട്ടി എവിടെ? മാരുതി വാനിനുള്ളിലിരുന്ന് ജാഫർ ഗർജിച്ചു. അത് റോഡിൽ നിന്നവർക്ക് ബാക്കി പറയാൻ കഴിഞ്ഞില്ല. നോ! അലറുകയും കരുണദാസ് റിവോൾവർ എടുത്ത് മുന്നിൽ നിന്നിരുന്നവൻ്റെ മാറിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തത് ഒരേ നേരത്താണ്. ശവങ്ങളെ, കയ്യിൽ കിട്ടിയ കോടികൾ നഷ്ടപ്പെടുത്തിയിട്ട് വന്ന് നിൽക്കുന്നോ? വെടിയേറ്റ് തറയിലേക്ക് മറിഞ്ഞ ആ മനുഷ്യൻ ഒന്ന് പിടഞ്ഞു. അതോടെ തീർന്നു. രക്തം ചാലിട്ടൊഴുകി തറ നനച്ചു. സാർ, രണ്ടാമൻ എന്തോ പറയാൻ ഭാവിച്ചു. ഷട്ടപ്പ്! അയാൾ റിവോൾവറിൻ്റെ ബാരൽ അയാൾക്ക് നേരെ തിരിച്ചു. തോറ്റിട്ട് എന്നെ നഷ്ടപ്പെടുത്തിയിട്ട് കൂടെ നിൽക്കുന്ന പട്ടികളെ എനിക്ക് വേണ്ട. മുന്നോട്ട് കുതിച്ച കരുണദാസ് അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചിട്ട് തൊണ്ടക്കുഴിയിലേക്ക് റിവോൾവർ കുത്തിയമർത്തി. സത്യം മാത്രം പറയടാ, ഈ ഓപ്പറേഷൻ്റെ കാര്യം എങ്ങനെ ലീക്ക് ചെയ്തു? സൂര്യമൂർത്തിക്ക് ആരാണ് ഈ വിവരം ചോർത്തി കൊടുത്തത്? അറിയില്ല സാർ, എനിക്കൊന്നും അറിയില്ല. അയാൾ അടിമുടി വിറച്ചു. തൊട്ടു മുന്നിൽ നിൽക്കുന്നത് മരണമാണെന്ന് കണ്ടറിഞ്ഞു. ഇല്ല, വിശ്വസിക്കില്ല ഞാൻ. എന്നെ ഒറ്റിയതിന്, കോടികൾ മറിച്ച് നൽകിയതിന് നിനക്കൊക്കെ എത്ര കമ്മീഷൻ കിട്ടി? സത്യമായിട്ടും ഞങ്ങൾക്കിതിൽ മനസ്സറിവില്ല സാർ. അങ്ങ് വിശ്വസിക്കണം. അയാൾ പൂർത്തിയാക്കാൻ കഴിയും മുമ്പ് കരുണദാസിൻ്റെ കൈവിരൽ ട്രിഗറിൽ ആഞ്ഞമർന്നു കഴിഞ്ഞിരുന്നു. ബുള്ളറ്റ് അയാളുടെ കഴുത്തിലെ അസ്ഥിയും പിളർന്ന് അപ്പുറം കടന്നു. കരുണദാസ് പിടിവിട്ടപ്പോൾ കഴുത്തൊടിഞ്ഞ കോഴിയെപ്പോലെ അയാൾ തറയിൽ വീണ് വെട്ടിപ്പിടഞ്ഞു. അത് ശ്രദ്ധിക്കാതെ അയാൾ മൂന്നാമൻ്റെ നേരെ നീങ്ങിക്കഴിഞ്ഞിരുന്നു. നിർവികാരഭാവത്തിൽ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ജാഫർ. കൊള്ളാം, സബാഷ്! ദാവീദിനെയും കാളിയനെയും നോക്കി സൂര്യമൂർത്തി ഉറക്കെ ചിരിച്ചു. ഉച്ചിയിൽ ഒരു ആണി അടിക്കുന്നതിനേക്കാൾ ഭയങ്കരമായിട്ടാവും കരുണദാസിന് ഇത് തോന്നുക. മുതലാളിയുടെ സന്തോഷത്തിൽ അവരും പങ്കുചേർന്നു. സൂര്യമൂർത്തി മദ്യത്തിന് ഓർഡർ നൽകി. തൊട്ടടുത്ത മുറിയിൽ എത്തിയിരുന്ന കോയമ്പത്തൂർക്കാർക്ക് സാധനം എത്തിയിട്ടുണ്ടെന്ന വാർത്ത കൈമാറി.
അരമണിക്കൂറിനുള്ളിൽ പണവുമായി തൻ്റെ മുറിയിലേക്ക് വരാനും പറഞ്ഞു. മദ്യമെത്തി. മൂർത്തി തന്നെയാണ് അന്ന് അനുചരർക്ക് മദ്യം വിളമ്പിയത്. കുടിക്കണടാ, ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. മൂവരും ഓരോ പെഗ് അകത്താക്കി. സാധനം വണ്ടിയിൽ തന്നെയാണല്ലോ? അതെ മുതലാളി. നമ്മൾ ആ വണ്ടി ഉൾപ്പെടെ കോയമ്പത്തൂർ പാർട്ടിക്ക് കൈമാറുകയാണ്. ബാക്കിയൊക്കെ അവർ നോക്കിക്കൊള്ളും. പൊടുന്നനെ മൂർത്തിയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ നോക്കിയപ്പോൾ ഏതോ ലോക്കൽ ഫോണിൻ്റെ നമ്പറാണെന്ന് കണ്ടു. എങ്കിലും അയാൾ അത് കാതോട് ചേർത്തു. യെസ്. മൂർത്തി മുതലാളിയുടെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ആരാടാ നീ? അയാളുടെ കണ്ണുകൾ കുറുകി. ഒരു പാവം പരിചയക്കാരനാണേ. അങ്ങയുടെ ആശ്രിത വാത്സല്യം കൊണ്ട് ജീവിച്ചു പോന്ന ഒരാൾ. അങ്ങയുടെ ടാങ്കർ ലോറിയിലെ ഒരു പഴയ ഡ്രൈവറാണ്. പേര് കർണൻ. നായൻ്റെ മോനെ, അലറിക്കൊണ്ട് അയാൾ ചാടി എണീറ്റു. എവിടെയായിരുന്നടാ നീ വിളിക്കുന്നത്? ഇവിടെ നിന്ന് അടുത്തുനിന്നാണേ. പിന്നെ ഒന്ന് നന്ദി പറയാൻ വിളിച്ചതാ. ഒരു മാരുതി വാനും കരുണാദാസിൽ നിന്ന് തട്ടിയെടുത്തു കൊണ്ടുവന്ന ഒരു പെട്ടി സ്വർണവും എനിക്ക് തന്നതിന്. ഫോൺ കട്ടായി. തലയിൽ കുടം കൊണ്ടൊരു പ്രഹരം ഏറ്റതുപോലെ തോന്നി സൂര്യമൂർത്തിക്ക്. അല്പനിമിഷം ചലിക്കാൻ പോലും കഴിഞ്ഞില്ല സൂര്യമൂർത്തിക്ക്. ഫോൺ പിടിച്ചിരുന്ന അയാളുടെ ഇടത് കൈ വിറയ്ക്കുന്നത് ദാവീദും കാളിയനും കണ്ടു. കർണൻ. സൂര്യമൂർത്തിയുടെ കണ്ണുകൾ ചെറുതായി. ഇപ്പോൾ തനിക്ക് മുന്നിലുള്ള കർണൻ ആരെന്ന് വ്യക്തമായിരിക്കുന്നു. തൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കർണൻ. അവനാണ് ഇന്നത്തെ മധ്യരാജാവ്. കർണൻ ആരെന്നറിയാനുള്ള തൻ്റെ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു. പക്ഷേ ആ മാരുതിവാനും സ്വർണവും അതോർത്തപ്പോൾ തന്നെ സൂര്യമൂർത്തിക്ക് തലകറക്കമുണ്ടായി. തനിക്ക് നഷ്ടമൊന്നുമില്ലെങ്കിലും തൻ്റെ ആളുകളുടെ പ്രയത്നമാണ് വെറുതെയായത്. അതിനേക്കാളെല്ലാം ഉപരി തൻ്റെ അഭിമാനം. തൻ്റെ ഡ്രൈവറായിരുന്ന കർണൻ ഇപ്പോൾ തന്നെക്കാൾ വലിയ മദ്യ ബിസിനസ്സുകാരൻ. അവൻ തൻ്റെ വണ്ടിയും താൻ പിടിച്ചെടുത്ത സ്വർണവുമായി കളഞ്ഞിരിക്കുന്നു. ഏതായാലും ഒന്നുറപ്പാണ്, അവൻ ഈ നഗര അതിർത്തി വിട്ടിട്ടില്ല. ദാവിദേ, മൂർത്തി ഗർജിച്ചു. താഴെ നമ്മുടെ മാരുതി വാൻ ഉണ്ടോ എന്ന് നോക്ക്. ഇല്ലെങ്കിൽ ഈ നഗരം മുഴുവൻ അരിച്ചു പെറുക്കണം. കയ്യിൽ നിന്ന് പോകരുത്. കാര്യത്തിൻ്റെ ഗൗരവം ദാവീദിനും കാളിയനും മനസ്സിലായത് അപ്പോൾ മാത്രമാണ്. ശരി മുതലാളി. അവർ പുറത്തേക്ക് കുതിക്കാൻ ഭാവിച്ചപ്പോൾ മൂർത്തി പിന്നെയും പറഞ്ഞു. ശത്രു കർണനാണ്. ഏത് കർണൻ എന്നല്ലേ? നമ്മുടെ പഴയ ഡ്രൈവർ, ഇന്നത്തെ അബ്കാരി. അത്ഭുതമായിരുന്നു കാളിയനും ദാവീദിനും. തങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോയ കർണൻ. അവനിന്ന് തങ്ങളെക്കാൾ ഒരുപാട് വളർന്നിരിക്കുന്നു. ഇരുവരും താഴെ എത്തി. ഹോട്ടലിന് പുറത്ത് തങ്ങളുടെ മാരുതി വാൻ ഇല്ലെന്നറിഞ്ഞു. കാളിയൻ വാച്ചറുടെ അരികിൽ കുതിച്ചെത്തി. എവിടെടോ ഇവിടെ കിടന്നിരുന്ന ഞങ്ങളുടെ വാൻ? അറിയില്ല സാർ. വാച്ചർ അമ്പരന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് വാൻ എവിടെ? താൻ സമാധാനം പറയേണ്ടി വരും. പെട്ടെന്നെന്തോ ഓർത്തുപോലെ വാച്ചർ തിരക്കി. ആ നീല മാരുതി വാനില്ലേ സാർ? അതെ. ആരാണ് കൊണ്ടുപോയത്? 2 പോലീസുകാരാണ് സാർ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാഞ്ഞത്. അവർ വന്ന വാഹനം ആയിരിക്കുമെന്ന് ഞാൻ കരുതി. അയാളോട് സംസാരിച്ചിട്ട് പ്രയോജനമില്ലെന്ന് അറിയാമായിരുന്നതിനാൽ അവരിരുവരും ടാറ്റ സുമോയ്ക്ക് നേരെ കുതിച്ചു. സുമോയിൽ പറന്നു വീണു. മിന്നൽ പോലെ അത് പാഞ്ഞുപോയി. അതിനിടെ ആ പട്ടണത്തിലുള്ള തങ്ങളുടെ ആളുകൾക്ക് മെസ്സേജ് നൽകാനും അവർ മറന്നില്ല. പക്ഷേ നേരെ പുലരാറായപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവർക്ക് ആ മാരുതി വാൻ കിട്ടി. മറ്റൊന്നും അതിലില്ലായിരുന്നു. സൂര്യമൂർത്തിയും കരുണാദാസും കൂടിയുള്ള അംഗം മുറുകുവാൻ ഈ സംഭവം കൂടുതൽ ഉപകരിക്കും. ഒരു സിഗരറ്റ് കൊളുത്താനുള്ള സമയമെടുത്തിട്ട് കർണൻ തുടർന്നു. അവർക്കരികിലേക്ക് ഒരു തീപ്പൊട്ട് പാറി വീണതോ സമമാണിത്. യാതൊരു പ്രയോജനവും മൂർത്തിക്കുണ്ടായില്ലെങ്കിലും അത് പറഞ്ഞാൽ കരുണാദാസ് വിശ്വസിക്കില്ല. ശരിയാണ്. മണിവേലു തലയാട്ടി. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കർണനെ ഉപദ്രവിച്ചവരാണ് 2 പേരും. അവർ അടിച്ചു ചാകുന്നത് നമുക്ക് കാണണം. കർണൻ ചിരിച്ചു. ഇല്ല മണി, അങ്ങനെ മരണത്തിന് അവരെ വിട്ടുകൊടുക്കില്ല ഞാൻ. എനിക്ക് വേണം അവരെ ഇഞ്ചിഞ്ചായി ചതയ്ക്കാൻ. എൻ്റെ സീതയും റാണിമോളും എനിക്ക് നഷ്ടപ്പെടാൻ കാരണക്കാർ അവരാണ്. നഷ്ടത്തിൻ്റെ വേദന എന്തെന്ന് അവർ നന്നായി അറിയണം. അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് തൃപ്തി വരില്ല. മണിവേലു കർണൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുഖമാണതെന്ന് അയാൾക്ക് തോന്നി. ശത്രുവിന് ഒരിക്കലും മാപ്പ് കൊടുക്കാത്ത ഒരു കഠിന ഹൃദയൻ്റെ മുഖം. ഉദയവും അസ്തമയവും ഇപ്പോൾ എത്ര വേഗത്തിലാണ് ഉണ്ടാകുന്നതെന്ന് കർണൻ ഓർത്തു. ദിവസങ്ങൾ കാറ്റിൽ ഒരു പുസ്തകത്തിൻ്റെ താളുകൾ മറിയുന്ന വേഗത്തിൽ കടന്നു പോവുകയാണ്. സീതയും റാണിമോളും തൻ്റെ അരികിൽ നിന്നും പോയിട്ട് വർഷങ്ങൾ 10 ആകുന്നു. ഓർക്കുമ്പോൾ എല്ലാം ഇന്നലെ നടന്നതുപോലെയാണ്. അന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കുടുംബം പോറ്റാൻ വേണ്ടി സ്പിരിറ്റ് കടത്തുന്ന ഡ്രൈവറാകാൻ തയ്യാറായ താൻ ഇന്ന് എവിടെ നിൽക്കുന്നു? നിയമവും അത് നടപ്പിലാക്കുന്നവരും തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കും. പണത്തിൻ്റെ ഒരു ശക്തിയെ. എത്രയുണ്ടാകും തനിക്ക് ബാങ്ക് ബാലൻസ്? 500 കോടി കാണുമോ? അതോ അതിലും കൂടുതൽ? പാസ്ബുക്ക് നോക്കാറില്ല. അക്കൗണ്ട് നമ്പർ പോലും ഓർത്തു വയ്ക്കാറില്ല. എല്ലാം ഓർക്കാൻ കമ്പ്യൂട്ടറുകളുണ്ട്. അത് പ്രവർത്തിപ്പിക്കാൻ MCAക്കാരുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്ത് നേടാനാണ്? പലവട്ടം സ്വയം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ മനസ്സിൽ സീതയുടെയും റാണിമോളുടെയും മുഖങ്ങൾ തെളിഞ്ഞു വരും. അതോടെ താൻ ഒന്നും നേടിയിട്ടില്ലെന്ന സത്യം ബോധ്യമാകും. ഇത്രയൊക്കെ പിടിപാടുകൾ ഉണ്ടായിട്ടും ആളുകൾ
ആജ്ഞ കാത്ത് നിന്നിരുന്നിട്ടും തനിക്കെന്തേ ഭാര്യയെയും പൊന്നുമോളെയും കണ്ടെത്താനായില്ല. അതോടെ താൻ വെറും അർത്ഥശൂന്യനാണെന്ന ബോധം മനസ്സിൽ നിറയുകയായി. കഴിഞ്ഞ ഒരു മാസമായി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്നിട്ട്. 9 നിലയിൽ തീർത്ത അതിമനോഹരമായ കെട്ടിടം. താഴത്തെ 2 നിലകൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. പക്ഷേ പുറത്തുനിന്ന് ആരുമില്ല അവിടെ. എല്ലാം നടത്തുന്നത് കർണൻ്റെയും മണിവേലുവിൻ്റെയും വിശ്വസ്തർ. എന്നാൽ മൂന്നാമതൊരാൾക്ക് അങ്ങനെയാണെന്ന് തോന്നുകയില്ല. റാണി ഗ്രൂപ്പ് കോംപ്ലക്സ്, അതാണ് മഹാസൗധത്തിൻ്റെ പേര്. അതിൻ്റെ 9ാം നിലയിലാണ് കർണൻ്റെയും മണിവേലുവിൻ്റെയും ഓഫീസ്. തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് റാണിയുടെ പേരിടുവാൻ കർണനെ പ്രേരിപ്പിച്ചത് മണിവേലു തന്നെയാണ്. ഇന്ന് മണിവേലുവിനെ കണ്ടാൽ പഴയ തെരുവുകൊണ്ടയാണെന്ന് ആരും പറയില്ല. ബോംബ് സ്ഫോടനത്തിലുണ്ടായ മുറിവിൻ്റെ പാടുകളൊക്കെ പ്ലാസ്റ്റിക് സർജറി വഴി ഇല്ലാതെയാക്കിയിരിക്കുന്നു. 1.5 കോടിയോളം രൂപ മുടക്കിയാണ് എല്ലാവിധ ആധുനിക സജ്ജീകരണമുള്ള റോൾസ് റോയ്സ് കാർ വാങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ വീണ്ടും ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇന്നത്തെ പ്രതിപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. എന്നിരുന്നാലും ഇരുപക്ഷങ്ങൾക്കും കൈയയച്ച് സംഭാവനകൾ നൽകിയേ മതിയാവൂ. കർണനും മണിവേലുവും അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്യൂൺ അനുവാദം ചോദിച്ച് അകത്തേക്ക് വന്നത്. കർണൻ മുഖമുയർത്തി. പ്യൂൺ ഒരു മുഷിഞ്ഞ ഇല്ലൻ്റെ മേശപ്പുറത്ത് വെച്ചു. പിന്നെ പുറത്തേക്ക് പോയി. കർണൻ മണിവേലുവിനെ ഒന്ന് നോക്കിയിട്ട് അതെടുത്തു. അതിലെ അഡ്രസ്സ് വെട്ടിത്തിരുത്തിയിരിക്കുന്നു. പലവട്ടം എവിടേക്കോ കറങ്ങിത്തിരിഞ്ഞ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനിവ് കാരണം അത് ഇവിടെ എത്തിയിരിക്കുന്നു. അവൻ അതിലെ വടിവില്ലാത്ത അക്ഷരങ്ങളുടെ കണ്ണുകൾ പായിച്ചു. കർണൻ, റാണി ഗ്രൂപ്പ് കോംപ്ലക്സ്, കേരളം എന്ന് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. കൃത്യമായ സ്ഥലം അറിയാത്ത ഒരാളാണ് ഇത് എഴുതിയതെന്ന് വ്യക്തം. എങ്കിലും അത് തൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നല്ലോ. അത്ഭുതം തോന്നി അവന്. മീഡിയകൾ ഇത്രയും വളർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കത്ത് കിട്ടുക വളരെ വിരളമാണ്. അതിൽ ചെയ്തിരിക്കുന്ന സീൽ ശ്രദ്ധിച്ചെങ്കിലും സ്ഥലം വായിക്കാനായില്ല. കർണൻ ഇല്ലൻ്റെ പതിയെ വിരൽ കയറ്റി കീറി. തീരെ വടിവില്ലാത്ത അക്ഷരങ്ങൾ. അത് കണ്ടപ്പോൾ കത്തിൻ്റെ അവസാനമാണ് ആദ്യം ശ്രദ്ധിച്ചത്. സുഗന്ധി. ഓർമ്മയിൽ ഒരു മിന്നലുണ്ടായി. മറവിയുടെ കയത്തിൽ ആണ്ടുപോയ ഒരു പേരാണിത്. അത് കണ്ടപ്പോൾ തന്നെ അവൻ ശങ്കരനെ ഓർത്തു, കാളിയെ ഓർത്തു, ചായക്കടയിലെ കുഞ്ഞിനെയും രാജമ്മയെയും നീരജയെയും ഓർത്തു. ആദ്യമായി മണിവേലുവിനെ കണ്ടതും പിണങ്ങിയതും ഇണങ്ങിയതും ഓർത്തു. ആരുടെ കത്താ കർണ? മണിവേലു തിരക്കി. നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ ശങ്കരേട്ടൻ്റെ, അദ്ദേഹത്തിൻ്റെ മകൾ സുഗന്ധിയുടെ. എന്താ എഴുതിയിരിക്കുന്നത്? കർണൻ ഉറക്കെ വായിക്കാൻ തുടങ്ങി. കർണേട്ടന്. ഇങ്ങനെ വിളിക്കാമോ എന്തോ. വലിയ ആളുകളെ എങ്ങനെ വിളിക്കണമെന്ന് നിശ്ചയമില്ല. എങ്കിലും ഒരു സ്വാതന്ത്ര്യമെടുത്ത് ഇങ്ങനെ വിളിക്കുകയാണ്. ക്ഷമിക്കുമല്ലോ. ഈ കത്തങ്ങ് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. എങ്കിലും കിട്ടിയാൽ എന്നെ ഓർക്കുമായിരിക്കുമല്ലോ. ഒത്തിരി വിശേഷങ്ങളുണ്ട് ഇവിടെ. എല്ലാം എഴുതാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ വിശേഷം പറയാം. അച്ഛൻ മരിച്ചു. 1 വർഷമായി. അന്ന് കർണേട്ടൻ്റെ അഡ്രസ്സ് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എഴുതാഞ്ഞത്. ഇപ്പോൾ ഇതുവഴി പോയ ഒരാളാണ് ഇങ്ങനെയൊരു അഡ്രസ്സ് പറഞ്ഞു തന്നത്. ബുദ്ധിമുട്ട് തോന്നുകയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ജീവിക്കാൻ ചിലർ സമ്മതിക്കുന്നില്ല കർണേട്ടാ. ഞങ്ങളിവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. കഞ്ചാവ് കൃഷിക്കാരാണെന്ന് പലരും പറയുന്നു. പോയില്ലെങ്കിൽ ഞങ്ങളെ കൊല്ലുമെന്ന്. പോലീസിൽ പറഞ്ഞിട്ടും പ്രയോജനമില്ല. മാനമോ ജീവനോ പോകാവുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ. പറ്റുമെങ്കിൽ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം. നിർബന്ധിക്കില്ല. ഒത്തിരി തിരക്കുള്ള ആളല്ലേ. അമ്മ പറഞ്ഞിട്ടും കൂടിയാണ് ഈ കത്ത് എഴുതുന്നത് എന്ന് സുഗന്ധി. കത്ത് വായിച്ചിട്ട് കർണൻ മണിവേലുവിനെ നോക്കി. ആ കണ്ണുകളിൽ വന്യമായൊരു തിളക്കം അവൻ കണ്ടു. പകയുടെ തിരയിളക്കം. അല്പനേരത്തേക്ക് കർണനോ മണിവേലുവോ ഒന്നും സംസാരിച്ചില്ല. സുഗന്ധിയുടെ കത്തിലെ വാചകങ്ങൾ മനസ്സിലിട്ട് ചതയ്ക്കുകയായിരുന്നു അവർ ഇരുവരും. അവസാനം അല്പനേരം കഴിഞ്ഞപ്പോൾ ഇരുവരും മുഖാമുഖം നോക്കി. കർണൻ്റെ മനസ്സറിഞ്ഞതുപോലെയാണ് മണിവേലു സംസാരിച്ചത്. കർണ, നമുക്കുടനെ അവിടെ പോകണം. ആ കഞ്ചാവ് ലോബി എത്ര വലിയവരാണെങ്കിലും നമുക്കവരെ അമർച്ച ചെയ്തേ പറ്റൂ. നമ്മുടെ ഇന്നത്തെ ഈ നിലയ്ക്ക് കാരണം ആ സ്ഥലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടുമുട്ടാനും ഇങ്ങനെ ആയിത്തീരാനും കാരണം ആ സ്ഥലമല്ലേ. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലം. മറ്റെന്തൊക്കെ ജോലിയുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ നാളെ തന്നെ അങ്ങോട്ട് തിരിക്കുന്നു. എന്താ? അങ്ങനെ തന്നെ. അടുത്ത ദിവസം രാവിലെ അവർ യാത്രയാക്കുകയും ചെയ്തു. റോൾസ് റോയ്സ് കാറിൽ കർണനും മണിവേലുവും. കർണനാണ് ഡ്രൈവ് ചെയ്തത്. പിന്നാലെ ഒരു ജീപ്പിൽ എന്തിനും പോരുന്ന ഗുണ്ടാപ്പട. ഒത്തിരി കാലമായി ശരീരമിളക്കി ഒന്ന് തല്ലുണ്ടാക്കിയിട്ട് അവിടെ അതിനുള്ള അവസരം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കൈകളിലെ മസിലുകളിൽ പതിയെ തടവിക്കൊണ്ട് മണിവേലു ചിരിച്ചു. കർണനും അതിൽ പങ്കുചേർന്നു. സുഗന്ധി രാവിലെ എണീറ്റതേയുള്ളൂ. അമ്മ മുറ്റം തൂക്കുന്നതിൻ്റെ ഒച്ച കേട്ടു. അവൾ ഇറങ്ങി തിണ്ണയിലേക്ക് വന്നപ്പോൾ ഒരു കാറ്റ് വീശി. മരങ്ങളിൽ നിന്നും ജലത്തുള്ളികൾ ചിതറി വീണു. എന്തിനാ അമ്മ മുറ്റമടിക്കുന്നത്? ഇന്നിവിടെ നിന്നിറങ്ങി കൊടുക്കേണ്ടതല്ലേ? അവൾ ചോദിച്ചപ്പോൾ കാളി തലയുയർത്തി ഒന്ന് നോക്കി. പിന്നെയും യാന്ത്രികമായെന്നവണ്ണം ജോലി തുടർന്നു. സുഗന്ധി തിണ്ണയിലിരുന്നു. ജനിച്ച നാൾ മുതൽ കാണുന്ന മരങ്ങളിലേക്കും ചെടികളിലേക്കും നോക്കി. എല്ലാം നഷ്ടപ്പെടുവാൻ പോകുകയാണ്.
ഒന്നുകിൽ ഇന്ന് ഇവിടെ പിടഞ്ഞു തീരാം, അല്ലെങ്കിൽ അവർ തരുന്ന നക്കാപ്പിച്ച വാങ്ങി എങ്ങോട്ടെങ്കിലും പോകാം. തങ്ങൾക്ക് മാത്രമല്ല ഈ അവസ്ഥ. റോഡിന് മുകൾ ഭാഗത്ത് വനത്തോട് ചേർന്ന് താമസിക്കുന്ന 10-15 കുടുംബങ്ങൾ വഴിയാധാരമാകും. എത്ര എതിർത്തു നോക്കി. പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും വരെ പരാതികൾ അയച്ചു. എന്നിട്ടെന്തായി? വനം വകുപ്പുകാർ വന്ന് ഇത് വനഭൂമിയാണെന്ന് പറഞ്ഞിട്ട് പോയി. കൈവശാവകാശമല്ലാതെ ഇത് സ്വന്തം ഭൂമിയാണെന്ന് തെളിയിക്കുവാൻ ആരുടെയും കയ്യിൽ പ്രമാണങ്ങളില്ല. ഒരിക്കൽ ഈ ഭൂമി തങ്ങളുടെ പേരിൽ പതിച്ചു കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നിട്ടിപ്പോഴും മുറ്റം തൂത്ത് കഴിഞ്ഞപ്പോൾ കാളി നേരെ തെക്കുഭാഗത്തേക്ക് ചെന്നു. അവിടെ ചതുരാകൃതിയിൽ കുറച്ചു ഭാഗം വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പൊഴിഞ്ഞു വീണ് കിടന്നിരുന്ന കരിയിലകൾ കൈകൊണ്ട് പെറുക്കിക്കളയുന്നതിനിടയിൽ അവർ മന്ത്രിച്ചു. ഞാൻ ഈ പ്രായമായ പെണ്ണിനെയും കൊണ്ട് എവിടേക്ക് പോകാനാ? പറഞ്ഞതാ എനിക്ക്. ഏതായാലും അഭിമാനം വിറ്റുള്ള ജോലിക്ക് ഞാനില്ല. അവളെയും കൊണ്ട് വല്ല നദിയിൽ ചാടിയാണേലും ഞാൻ ചാവും. അവിടെയായിരുന്നു ശങ്കരനെ അടക്കിയിരുന്നത്. തൻ്റെ ഭർത്താവിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു കാളി. താഴെ റോഡിലെ കടകളിലെല്ലാം ചർച്ച അതുതന്നെയായിരുന്നു. കുഞ്ഞുകുഞ്ഞിൻ്റെ ചായക്കടയിൽ 7-8 പേർ ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നതിൻ്റെ ബാക്കി എന്നവണ്ണം കുഞ്ഞു പറഞ്ഞു. കട ഇത്രയും റോഡിനോട് ചേർന്നതായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ ഞാൻ. അല്ലെങ്കിൽ ഇന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നേനെ. എന്നാലും എന്തൊരു കഷ്ടമാ കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാണ്ട് വരിക എന്ന് പറഞ്ഞാൽ. പുട്ടും കടലയുമായി അങ്ങോട്ട് വന്ന രാജമ്മയാണ് പറഞ്ഞത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ അക്രമത്തെ എതിർക്കുകയാ വേണ്ടത്. ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ പറയുന്നത് കേട്ടാണ് തൻ്റെ ബാർബർ ഷോപ്പിൽ നിന്നും രാജൻ അങ്ങോട്ട് വന്ന് കയറിയത്. എന്തോ വർത്തമാനമാ കൊച്ചൂട്ടാ ഈ പറയുന്നത്? അവരെ കഞ്ചാവ് കൃഷിക്കാരാ, എതിർത്താലേ ഉണ്ട ചെത്തും. എന്നാലും നീ താടി പഠിക്കും പോലെ വേദന കാണുകയല്ല, മറ്റൊരാൾ തിരിച്ചടിച്ചു. നമുക്കിങ്ങനെ ചിരിക്കാം, തമാശ പറയാം. കുഞ്ഞു ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പക്ഷേ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അകത്ത് രാജമ്മ നീരജോട് പറയുന്നത് കേട്ടു. നീ ഇന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കല്ലേ മോളെ, അവന്മാരുടെ കണ്ണി പെടണ്ട. ശരിയമ്മേ. രാജമ്മ ഇന്ന് വളരെ സ്നേഹത്തോടു കൂടിയാണ് കുഞ്ഞിനോടും നീരജയോടും ഇടപെടുന്നത്. അനുസരണയും വിനയവും ഉള്ള ഒരു സ്ത്രീയായിരിക്കുന്നു അവൾ. അതിനൊക്കെ കാരണക്കാരനായ കർണനെ ദിവസം ഒരു നേരമെങ്കിലും കുഞ്ഞു ഓർക്കാതിരിക്കില്ല. സമയം കടന്നുപോയി. ഇനി ഏതു നേരത്തും കഞ്ചാവ് കൃഷിക്കാർ എത്തിയേക്കാം. അവർ കൊടുക്കുന്ന നോട്ടുകളുമായി ആളുകൾക്ക് വീട് വിട്ടിറങ്ങാം. എതിർത്ത് നിൽക്കുന്നവരെ അവർ കൈകാര്യം ചെയ്തേക്കാം. അതല്ലെങ്കിൽ ഫോറസ്റ്റുകാർ വന്ന് വനഭൂമി തിരിച്ചുപിടിക്കുന്നു എന്ന ലേബലിൽ അവരെ പുറത്താക്കാം. ആദ്യം എത്തുന്നത് വനപാലകരോ കഞ്ചാവ് കൃഷിക്കാരോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടൂ. സമയമിഴഞ്ഞു. കാളി പഴയ തകരപ്പെട്ടിയിലേക്ക് വസ്ത്രങ്ങളും മറ്റും അടുക്കി വയ്ക്കുന്നത് കണ്ട് സുഗന്ധി അങ്ങോട്ട് വന്നു. എന്താമ്മേ ഇതൊക്കെ? കഴിയുന്നത്രയും പിടിച്ചു നിൽക്കാൻ നോക്കും, പറ്റില്ലെങ്കിൽ ഇറങ്ങിക്കൊടുക്കണ്ടേ? അവരുടെ മുഖത്തുകൂടി കണ്ണീർ ചാലിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. സുഗന്ധി മിണ്ടിയില്ല. പിറന്നു വീണത് ഈ മണ്ണിലാണ്. ഈ മണ്ണും കവലയും 1 കിലോമീറ്റർ അകലെയുള്ള സ്കൂളും അതിനപ്പുറം പട്ടണം വരെ പോയിട്ടുള്ളത് ഏറിയാൽ 5-6 തവണ. അപരിചിതരുടെ ഇടയിലേക്ക്, അതും സ്ത്രീകൾ, എങ്ങനെ കടന്നു ചെല്ലും? ആര് അഭയം തരും? പെട്ടെന്ന് അവൾ കർണനെ ഓർത്തു. അദ്ദേഹത്തിൻ്റെ അരികിൽ എത്തിപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഒന്നും ഭയക്കാനില്ലായിരുന്നു. പക്ഷെ എവിടെയാണെന്ന് ആരറിഞ്ഞു? അഡ്രസ്സ് ശരിക്ക് അറിയില്ലെങ്കിലും താൻ ഒരു കത്തയച്ചിരുന്നു. അത് കിട്ടിക്കാണുമോ? ഇപ്പോൾ ഒരുപാട് തിരക്കുള്ള ആളല്ലേ. കിട്ടിയാൽ തന്നെ ഈ പാവങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ എപ്പോൾ നേരം കിട്ടും? 11 മണിയായപ്പോൾ റോഡിൽ 2 വാഹനങ്ങൾ ബ്രേക്കിട്ടു. അതിൽ നിന്നും കരുണാദാസും ജാഫറും കുറേ ഗുണ്ടകളും ഇറങ്ങി. ജാഫറുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ടായിരുന്നു. റോഡിൽ നിന്നുകൊണ്ട് കരുണാദാസ് ചുറ്റും നോക്കി. നല്ല സ്ഥലം. ഇനി ഇവിടം തൻ്റെ ഗുണ്ടകൾ തൊഴിലാളികളുടെ കുപ്പായം അണിഞ്ഞ് പിടിച്ചടക്കും. വനത്തിൻ്റെ ഉള്ളറയിൽ 8 അടി ഉയരത്തിൽ കഞ്ചാവ് ചെടികൾ പൂത്തുലയും. തൻ്റെ ആളുകൾ അറിയാതെ ഒരാൾക്ക് പോലും ഇവിടെ ചലിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. കടകളിൽ നിന്നൊക്കെ ആളുകൾ അങ്ങോട്ട് എത്തി നോക്കുന്നുണ്ടായിരുന്നു. കരുണാദാസിനെ ആദ്യം കാണുകയായിരുന്നു അവർ. ജാഫറാണ് ഇവിടെ ക്രമീകരണങ്ങൾക്കായി വന്നിരുന്നത്. ആ മൊട്ടത്തലേന മുതലാളിയെന്ന് തോന്നുന്നത്. കണ്ടില്ലേ ആ മുഖം, ഒരു ചെകുത്താൻ്റെ പോലെ? രാജമ്മ കുഞ്ഞിൻ്റെ കാതിൽ മന്ത്രിച്ചു. അപ്പോൾ ജാഫർ വിളിച്ചു ചോദിച്ചു, റോഡിന് മുകളിലത്തെ താമസക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ, നിങ്ങൾക്കുള്ള പണം ഇപ്പോൾ തന്നെ തരുന്നതാണ്. പക്ഷെ ആരും മുന്നോട്ട് ചെന്നില്ല. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം ജാഫർ. കരുണാദാസ് മൊട്ടത്തലയിൽ പതിയെ തടവി. ശരി സാർ. ആ സംഘം ഇടവഴിയെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. കടകളിൽ നിന്നും ആളുകൾ റോഡിലേക്ക് ഇറങ്ങി നിന്ന് മുകളിലേക്ക് നോക്കി. പിന്നെ പതിയെ അവരും അങ്ങോട്ട് പോയി. കവലയിൽ ഏതാനും പേർ മാത്രം അവശേഷിച്ചു. കരുണാദാസും സംഘവും ആദ്യം എത്തിയത് കാളിയുടെയും സുഗന്ധിയുടെയും അരികിലാണ്. അവർ ഇരുവരും ചിന്താധീനരായി വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ആളുകളെ കണ്ടതും ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. കരുണാദാസ് കണ്ണുകൾ കൊണ്ട് സുഗന്ധിയെ ആകമാനം ഒന്നളന്നു. വിളഞ്ഞു പാകമായ ഒരു കഞ്ചാവ് ചെടിയുടെ ഗുണമുണ്ട് ഇവൾക്കെന്ന് മനസ്സിലോർത്തു. വരട്ടെ, വേണ്ടി വന്നാൽ ഇവളെ തനിക്കൊരു തൊഴിലാളിയാക്കി നിലനിർത്താം. അങ്ങനെ തനിക്ക് വല്ലപ്പോഴും ചൂട് പകർന്നു തരുന്ന ഒരു യന്ത്രമാക്കാം. അയാളുടെ നോട്ടം കണ്ട് അവൾ തല കുനിച്ചു കളഞ്ഞു. ജാഫർ, കരുണാദാസ് വിളിച്ചു.
ഇവർക്ക് നമ്മളിട്ടിരിക്കുന്ന വില എത്രയാണ്? ജാഫർ പെട്ടി തുറന്നു. അതിൽ നിന്നും ഒരു കടലാസ് കഷ്ണം എടുത്തു. 10,000 രൂപ. ആഹാ, അപ്പോൾ നല്ല വിലയാണല്ലോ നീ ഇട്ടിരിക്കുന്നത്. അയാൾ കൈനീട്ടി. ജാഫർ 100 രൂപയുടെ ഒരു കെട്ട് നോട്ട് ആ കൈയിലേക്ക് വെച്ചു കൊടുത്തു. ഇതാ വാങ്ങിക്കൊള്ളു തള്ളേ. കരുണാദാസ് പണം കാളിക്ക് നേരെ നീട്ടി. പെട്ടെന്ന് കത്തുന്ന കണ്ണുകളോടെ അവർ മുഖമുയർത്തി. ഇല്ല, എൻ്റെ ഭർത്താവിനെ അടക്കിയ ഈ ഭൂമിയിൽ നിന്നും ഞാൻ ഒരിടത്തേക്കും പോകില്ല. അങ്ങനെ ഇറങ്ങിത്തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പൊട്ടിത്തെറിക്കുകയായിരുന്നു ആ സ്ത്രീ. കരുണാദാസിൻ്റെ നെറ്റിച്ചുളിഞ്ഞ് പുരികങ്ങൾ കൂട്ടിമുട്ടി. എങ്കിൽ നീ ഇറങ്ങുമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെടി. ജാഫർ മുന്നോട്ട് കുതിച്ചു. പക്ഷേ ദാസ് തടഞ്ഞു. എന്താ ജാഫർ ഇത്? ഇവരിങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് നീ ചൂടാകാതെ. ഇവർ ഇറങ്ങിത്തരുമെന്നേ. ഇല്ലടോ, ഞങ്ങൾ ഇറങ്ങില്ല. അങ്ങനെ ഞങ്ങളെ ഇറക്കിവിടാമെന്ന് ആരും കരുതുകയും വേണ്ട, സുഗന്ധിയും പറഞ്ഞു. കരുണാദാസ് നോട്ടുകെട്ട് വെറുതെ മറിച്ചു നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ എനിക്ക് ഒത്തിരിക്ക് ഇഷ്ടമാണ്. വീര്യമുള്ള പെൺകുട്ടി. എന്താ നിൻ്റെ പേര്? അറിഞ്ഞിട്ടെന്താ? അവൾ ചോദിച്ച് നിർത്തും മുമ്പ് കരുണാദാസ് മുന്നോട്ടാഞ്ഞ് അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു. അറിഞ്ഞിട്ടെന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാൻ മതി. അവളുടെ മുഖം അയാൾ തൻ്റെ മുഖത്തോട് ചേർത്തു. താഴെ കവലയിൽ നിന്നും അങ്ങോട്ട് കയറി വന്നവർ നെഞ്ചിരിപ്പോടെ ഈ കാഴ്ച നോക്കി നിന്നു. കരുണാദാസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി സുഗന്ധി പിടഞ്ഞു. പക്ഷേ അയാൾ തലമുടിയിൽ ഒന്നുകൂടി പിടി മുറുക്കിയതേയുള്ളൂ. പിന്നെ മറ്റാരും കേൾക്കാതെ പറഞ്ഞു, നിന്നെ ഇപ്പോൾ തന്നെ അകത്തെ മുറിയിലിട്ട് ഉടുത്തുണി വലിച്ചുരിയണോ ഞാൻ? അപ്പോഴേക്കും കാളി ഒരു കുതിപ്പിന് കരുണദാസിനെ പിടിച്ചു. വിടറാ എൻ്റെ മോളെ. ഒരു കൈകൊണ്ട് കരുണദാസ് അവരെ പിടിച്ചു തള്ളി. കാളി തറയിൽ മലർന്നു വീണു. അവിടെ നിന്നും വീണ്ടും ചാടിയണീറ്റ അവരെ ഗുണ്ടകളിൽ ഒരാൾ പിടിച്ചു നിർത്തി. വെറുതെ ചാകണ്ടെങ്കിൽ അടങ്ങി നിൽക്ക് തള്ളേ. നിങ്ങളുടെ മോടെ കാര്യത്തിൽ ഞങ്ങളുടെ സാറ് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളും. കാളിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എല്ലാം നോക്കി നിൽക്കുകയായിരുന്ന നാട്ടുകാരോടായി അവർ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ആരും കാണുന്നില്ലേ ഈ അതിക്രമം? മുന്നോട്ട് വരാൻ ആണായി പിറന്ന ഒരുത്തനുമില്ലേ? പക്ഷേ നിന്നിടത്തു നിന്നും ഒറ്റയാൾ പോലും അനങ്ങിയില്ല. ഒരു സിനിമ കാണുന്ന ലാഘവമായിരുന്നു അവർക്ക്. അഥവാ പ്രതികരിക്കണമെന്ന് തോന്നിയിരുന്നവർക്ക് പോലും അത്രയും ഗുണ്ടകളുടെ മുന്നിലേക്ക് ചെല്ലാൻ മടിയായിരുന്നു. എന്തു പറയുന്നതേ നീ? സുഗന്ധിയുടെ തലമുടിയിൽ ഒന്നുകൂടി പിടിമുറുക്കിക്കൊണ്ടാണ് കരുണാദാസ് തിരക്കിയത്. ഒരു പട്ടി പോലെ നിന്നെ രക്ഷിക്കാൻ ഇവിടെ വരുമെന്ന് കരുതണ്ടടി. ഞാൻ പറയുന്നത് പോലെ കിട്ടുന്നത് വാങ്ങി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ടോ, അതോ ഞാനും എൻ്റെ ആളുകളും നിന്നെ പിച്ച് ചീന്തിയിട്ട് നീ എന്തും അനുസരിക്കുന്നു ആണോടേ? ഇല്ല, എന്ത് പറഞ്ഞാലും പോകില്ല. ഞങ്ങളുടെ വിയർപ്പ് കൊണ്ട ഈ മണ്ണിങ്ങനെയായത്. മരിക്കുന്നെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൊന്ന് കുഴിച്ചു മൂടിക്കോ. വേണേല് വെട്ടിപ്പുഴുങ്ങി തിന്നോടാ ചെകുത്താനെ. അവസാന വാചകം പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി. അപ്പോഴും കരുണാദാസിൻ്റെ മുഖത്ത് ചിരിയായിരുന്നു. ഒരുപാട് വിശേഷണങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടടി എനിക്ക്. അവയുടെ പിൻബലത്തിൽ തന്നെയാണ് ഞാൻ ഇത്രയും വളർന്നതും. ശാപങ്ങളും കണ്ണീരുമാടി എൻ്റെ കരുത്ത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്നാരെങ്കിലും എൻ്റെ അച്ഛനുറങ്ങുന്ന ഈ മണ്ണ് ഞങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കരുതേ നിങ്ങൾ. അയാളുടെ മുന്നിൽ രക്ഷയില്ലെന്ന് കണ്ട് അവൾ കെഞ്ചി നോക്കി. കരുണദാസിൻ്റെ കണ്ണുകൾ കുറുകി. ഒരു നിമിഷം അയാൾ എന്തോ ചിന്തിച്ചു നിന്നു. ഈ നേരത്താണ് താഴെ റോഡിൽ 2 വാഹനങ്ങൾ ബ്രേക്കിട്ടത്. ഒരു റോൾസ് റോയ്സ് കാറും ഒരു ജീപ്പും. അവയിൽ നിന്നും കർണനും മണിവേലുവും അനുയായികളും ഇറങ്ങി. കടകളിൽ ആരുമില്ലെന്ന് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. കർണൻ നേരെ കുഞ്ഞിൻ്റെ ചായക്കടയിലേക്ക് ചെന്നു. രാജമ്മ അവനെ കണ്ട് അമ്പരന്നു. അല്ല, ആരിത്? കർണനോ? കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. അവൻ അവളെ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഒരു കുടുംബിനിയുടെ അടക്കവും ഒതുക്കവുമുണ്ട്. എവിടെ കുഞ്ഞുഞ്ഞേട്ടൻ? കർണൻ അറിഞ്ഞില്ലല്ലോ. മുകളിൽ താമസിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിക്കാൻ ഒരു കൂട്ടർ വന്നിരിക്കുന്നു. എല്ലാവരും അങ്ങോട്ട് പോയിരിക്കുക. കർണൻ വെട്ടിത്തിരിഞ്ഞു. രാജമ്മ എന്തോ വിളിച്ചു പറഞ്ഞു. അതവൻ കേട്ടില്ല. മണി, കൃത്യസമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്, പോകാം. അവൻ ആദ്യം കുതിച്ചു. തൊട്ടു പിന്നാലെ മണിവേലുവും ഗുണ്ടകളും. അപ്പോൾ കരുണദാസ് ശബ്ദം താഴ്ത്തി സുഗന്ധിയോട് പറയുകയായിരുന്നു. പെണ്ണേ, നിന്റെ കണ്ണീര് കണ്ടിട്ട് എൻ്റെ മനം വലിഞ്ഞു എന്നൊന്നും കരുതണ്ട. ബാക്കി ശബ്ദം താഴ്ത്തിയാണ് അവൻ പറഞ്ഞത്. നിന്റെ അച്ഛനുറങ്ങുന്ന മണ്ണ് നിനക്ക് തിരിച്ചു തരാൻ ഞാൻ ചില വ്യവസ്ഥയിൽ. അതിൽ ആദ്യത്തേത് ഇതാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തൽക്കാലം ഈ പണം വാങ്ങി നീ ഇവിടെ നിന്ന് മാറണം. എന്നിട്ട് വൈകിട്ട് തിരിച്ചു വന്ന് ഇവിടെ തന്നെ താമസം തുടങ്ങിക്കോളൂ. പക്ഷേ രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനിയുള്ള കാലം മുഴുവൻ നീ എൻ്റേത് മാത്രമായിരിക്കും. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരും. എൻ്റെ തൊഴിലാളികൾ നീ പറയുന്നതനുസരിക്കും. എന്താ? സുഗന്ധി നനഞ്ഞ കണ്ണുകളുയർത്തി അയാളെ നോക്കി. എന്താ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങളെ കിടക്ക കുടിഞ്ഞു വിരിച്ച് ഞാൻ സ്വീകരിക്കണമെന്ന് അല്ലേ? നിന്റെ ഭാഷയിൽ ചിന്താഗതിയിൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. സമ്മതമാണെങ്കിൽ നീ ഒരു വാക്കു പറഞ്ഞാൽ മതി. പട്ടി. ഒറ്റയാട്ടായിരുന്നു സുഗന്ധി. അമ്മയെ പെങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത നീ ഇതും ഇതിനപ്പുറം പറയുമെന്ന് എനിക്കറിയാമടാ. നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോണില്ല. വിളറിപ്പോയി കരുണദാസ്. ഇത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ച് താൻ ചെറുതാക്കപ്പെട്ടിരിക്കുന്നു. അതും ഒരു പീറ പെണ്ണ് കാരണം. ഛേ! നാണക്കേടും കോപവും ഒന്നിച്ചുണ്ടായ കരുണദാസ് അവളുടെ മുടിയിലെ പിടിവിടുകയും കൈ വീശി ഒരടി കൊടുക്കുകയും ചെയ്തെന്ന് ഒരുമിച്ചായിരുന്നു.
അമ്മേ, നിലവിളിയോടെ വട്ടം കറങ്ങിപ്പോയി സുഗന്ധി. ഗുണ്ട അപ്പോഴും കാളിയെ വിട്ടിരുന്നില്ല. കരുണാദാസ് സുഗന്ധിയെ അടിക്കാനായി പിന്നെയും മുന്നോട്ട് നീങ്ങി. പൊടുന്നനെയാണ് ഒരു ഗർജനം ഉയർന്നത്. നിർത്തടാ! സകലരും കിടുങ്ങിപ്പോയി. തന്നോടിങ്ങനെ കൽപ്പിക്കാൻ ധൈര്യമുള്ളത് ആരാണെന്നറിയാൻ കരുണാദാസ് തിരിഞ്ഞു നോക്കി. അയാൾ മാത്രമല്ല, സകലരുടെയും ശ്രദ്ധ അപ്പോൾ ആ ഭാഗത്തേക്കായിരുന്നു. ശങ്കരനും രാജനും ചെറിയാച്ചനും കുന്നേൽ വർക്കിയും എന്നുവേണ്ട ആ സ്ഥലവാസികളായ സകലരുടെയും കണ്ടത്തിൽ നിന്നും ആഹ്ലാദ സൂചകമായ ഒരു ശബ്ദമുയർന്നു. കർണൻ! മണിവേലു! ജനം പെട്ടെന്ന് ഇരുഭാഗത്തേക്ക് മാറി. അവർ തറ ചവിട്ടിക്കുലുക്കി മുന്നോട്ടടുക്കുകയായിരുന്നു. കരുണാദാസിന്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ ജാഫറെ നോക്കി. ആ വരുന്നത് ആരാണെന്ന് അവർക്ക് പിടികിട്ടിയിരുന്നില്ല. കർണൻ എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിലും അത് ആരാണെന്ന് അവരാരും ഇതേവരെ കണ്ടിട്ടില്ലായിരുന്നു. കർണനെ കണ്ടതും സുഗന്ധിയുടെ അനുഭവത്തിന് അതിരില്ലായിരുന്നു. ഒറ്റയോട്ടമായിരുന്നു അവൾ അവൻ്റെ അടുത്തേക്ക്. കർണേട്ടാ! അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ഇയാൾ ഞങ്ങളെ ആശ്വസിപ്പിക്കും മട്ടിൽ അവളുടെ തോളത്ത് തട്ടിക്കൊണ്ട് അവൻ ഒന്ന് മൂളി. പിന്നെ കാളിയെ പിടിച്ചിരുന്ന ഗുണ്ടയെ നോക്കി. അപ്പോഴേക്കും മണിവേലുവിൻ്റെ ഒച്ച ഉയർന്നിരുന്നു. പാ, വിടടാ അവരെ! അറിയാതെ അയാളുടെ കൈകൾ അയഞ്ഞു. കർണൻ കരുണാദാസിനെ നോക്കിക്കൊണ്ട് സുഗന്ധിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. പിന്നെ മുന്നോട്ടടി വെച്ചു. ജാഫറിൻ്റെ കൈ പാൻസിൻ്റെ കീശയിലേക്ക് നിയന്ത്രിക്കുന്നത് അതിനിടെ അവൻ ശ്രദ്ധിച്ചു. കരുണാദാസിൻ്റെ തൊട്ടുമുന്നിൽ കർണൻ നിന്നു. കണ്ണുകൾ പരസ്പരം കോർത്തു വലിച്ചു. എന്താ കരുണാദാസേ, പാവങ്ങളെ കുടിയൊഴിപ്പിച്ച് ഇവിടെ തന്നെ കഞ്ചാവ് നടത്തണമെന്ന് തനിക്ക് വാശിയാണോ? അതേടാ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ചോദിക്കാൻ നീ ആരാടാ? ഓ, അത് മറന്നു. എന്നെ പരിചയപ്പെടുത്തണമല്ലോ. ഞാൻ കർണൻ. താൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കർണൻ. അറിയാതെ ആ പേര് ഉച്ചരിച്ചു പോയി കരുണാദാസ്. ഒപ്പം അയാളുടെ കണ്ണുകളിൽ 2 അഗ്നിത്തുണ്ടുകൾ തെളിഞ്ഞു. ഓർക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാനാവും. സൂര്യമൂർത്തിയുടെ ആദ്യത്തെ ടാങ്കർ ലോറി നിങ്ങൾ എന്നിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അങ്ങനെ എൻ്റെ കുടുംബം പോലും എനിക്ക് നഷ്ടമായി. ഇത്രയും വേഗം പക്ഷേ നിങ്ങളുമായി ഒരു അഭിമുഖം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ കാലം അതുണ്ടാക്കി തന്നു. നിനക്കിവിടെ എന്താ കാര്യം? രോഷം കടിച്ചൊതുക്കി ശാന്തത കൈവിടാതെ അയാൾ തിരക്കി. നിങ്ങൾക്ക് കാര്യമുള്ളിടത്തൊക്കെ എനിക്കും കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. ഇവിടെ നിന്നും ഒരു കുടുംബത്തെ പോലും ഒഴിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മിസ്റ്റർ കരുണാദാസ്. കണ്ട സ്വപ്നങ്ങളൊക്കെ മറന്നിട്ട് നിങ്ങൾക്ക് മടങ്ങാം. അത് നീയാണോടാ കഴിവറി മോനെ തീരുമാനിക്കുന്നത്? ചോദിച്ചതും കരുണാദാസ് റിവോൾവർ വലിച്ചെടുത്തു. മുന്നിൽ കാണുന്ന നിമിഷം നിന്നെ തീർത്തേക്കാമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാടാ. കണ്ടു നിന്നിരുന്നവർ സ്തബ്ധരായി. പക്ഷേ കർണൻ ചിരിച്ചു. എനിക്ക് മരിക്കാൻ നേരമായിട്ടില്ലല്ലോ ദാസേ. ഇത്തരം കളിപ്പാട്ടങ്ങൾ കണ്ടാൽ ഞാൻ ഭയക്കാറുമില്ല. ജാഫർ മുന്നോട്ടാഞ്ഞപ്പോൾ മണിവേലു തടഞ്ഞു. വേണ്ടടാ കൊച്ചനെ, ആണുങ്ങൾ കാര്യം പറയുന്നിടത്ത് നിനക്കെന്നാ കാര്യം? ഒപ്പം ബലമായി അയാൾ ജാഫറിൻ്റെ കീശയിൽ നിന്നും റിവോൾവറും എടുത്തു. കരുണാദാസ് ഒന്ന് തീരുമാനിച്ചെങ്കിൽ അത് നടത്തിയിരിക്കുമടാ. റിവോൾവറിൻ്റെ ബാരൽ കർണൻ്റെ നെഞ്ചിൽ കുത്തി അമർത്തിയിട്ട് അയാൾ മണിവേലുവിനെ നോക്കി. ജാഫറിൻ്റെ പിസ്റ്റൾ തിരിച്ചു കൊടുക്കടാ. മണിവേലു കർണനെ ശ്രദ്ധിച്ചിട്ട് അത് തിരിച്ചു കൊടുത്തു. ഇന്ന് ഇവിടെ തന്നെ നിന്നെ ഞാൻ വെട്ടി മൂടുമട കർണ. പിന്നെ നിന്റെ നെഞ്ചത്ത് ഞാൻ ആദ്യത്തെ കഞ്ചാവ് ചെടി നടും. പറഞ്ഞതോ കരുണാദാസ് ട്രിഗർ അമർത്തി. അതേ നേരത്ത് കർണൻ്റെ ഉരുക്കുമുഷ്ടി ചീറി വന്നു. ദാസിൻ്റെ മുഖം ചതഞ്ഞു. വല്ലാത്തൊരു വിലാപം അയാളിൽ നിന്നുണ്ടായി. ബുള്ളറ്റ് ലക്ഷ്യം തെറ്റി മൂളിപ്പറന്നു. ആ നിമിഷം മണിവേലുവിൻ്റെ കാൽ ഉയർന്നു. ജാഫറിൻ്റെ കയ്യിലിരുന്ന റിവോൾവർ തെറിച്ചുയർന്നു. മണിവേലു അത് ചാടിപ്പിടിച്ചു. കർണൻ അപ്പോൾ കരുണാദാസിൻ്റെ കയ്യിൽ നിന്നും റിവോൾവർ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ഇരുവരും കൂടി പിടിച്ച് തറയിലേക്ക് മറിഞ്ഞു. മുന്നോട്ട് കുതിച്ച ജാഫറെ റിവോൾവറിൻ്റെ മുനയിൽ മണിവേലു നിർത്തി. റിവോൾവറിന് വേണ്ടി കർണനും കരുണാദാസും നിലത്ത് കിടന്ന് പൊരുതി. ജാഫർ നിസ്സഹായനായിരുന്നു. മണിവേലു അവൻ്റെ ഓരോ ഭാവവും ശ്രദ്ധിച്ചുകൊണ്ട് കരുതി നിന്നു. താൻ ഒന്നനങ്ങിയാൽ അയാൾ നിറയൊഴിക്കുമെന്ന് ജാഫറിന് ഉറപ്പായിരുന്നു. കരുണാദാസിൻ്റെ ഗുണ്ടകൾക്കും ചലിക്കാനായില്ല. കർണൻ്റെ ആളുകളുടെ വലയത്തിനുള്ളിലായിരുന്നല്ലോ അവർ. ഇടത് കൈ കൊണ്ട് റിവോൾവറിന് വേണ്ടി പൊരുത്തിക്കൊണ്ട് കർണൻ വലത് കൈ ചുരുട്ടി കരുണാദാസിൻ്റെ മുഖത്തടിച്ചു. അയാളിൽ നിന്നും അമർത്തിയ ഒരു നിലവടി ഉയർന്നു. ഒപ്പം റിവോൾവറിലെ പിടിതല്ല് അയയുകയും ചെയ്തു. ഒരിക്കൽ കൂടി കർണൻ്റെ ചുരുട്ടിയ കൈത്തല കരുണാദാസിൻ്റെ മുഖം ചതച്ചു. അതോടെ അയാൾ റിവോൾവറിലെ പിടിവിട്ടു. ഒരു കുതിപ്പിന് കർണൻ അയാളുടെ പുറത്ത് കയറിയിരുന്നു. റിവോൾവറിൻ്റെ ബാരൽ അയാളുടെ വായിലേക്ക് കുത്തിത്തിരുകി. ഈ പാവങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിവിട്ടാൽ ആരും ചോദിക്കില്ലെന്ന് നീ കരുതി അല്ലേ? റിവോൾവർ വായിൽ അമർന്നിരുന്നത് കാരണം അയാൾക്ക് ശബ്ദിക്കാനായില്ലെങ്കിലും കർണനെ പച്ചയ്ക്ക് തിന്നാനുള്ള ദേഷ്യം ആ കണ്ണുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ പോയിക്കൊള്ളണം നീ ഇവിടെ നിന്ന്. കഞ്ചാവ് തോട്ടം എന്ന സ്വപ്നവുമായി ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ തോന്നിയാൽ ഇവിടെ തന്നെ നിനക്ക് പട്ടണ തീർക്കും ഞാൻ. റിവോൾവർ മാറ്റിയിട്ട് കർണൻ എണീറ്റു. കരുണാദാസിൻ്റെ മുഖത്തെ രക്തമയം മാഞ്ഞുപോയി. ഒരു ചക്രവർത്തിയെ പോലെ ഇങ്ങോട്ട് വന്ന താൻ പരിഹാസിനായി തോറ്റു മടങ്ങേണ്ടി വന്ന അവസ്ഥ. കർണ, ഇതിന് തക്ക മറുപടി നിനക്ക് തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ഞാൻ, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാൾ ജാഫറെ നോക്കി. പോകാം എന്ന ഭാവത്തിൽ തലയനക്കി. അങ്ങനെ ആ സംഘം തിരിച്ചിറങ്ങി.
ആളുകൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു. മറ്റെല്ലാം മറന്ന് മുന്നോട്ട് കുതിച്ച കാളി കർണൻ്റെ കാൽക്കൽ വീണു. പൊന്നുമോനെ, നീ ഞങ്ങളെ രക്ഷിച്ചു. ഇതിനെങ്ങനെയാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത്? ഏയ്, എന്താ ചേർത്തിയത്? അവൻ അവരെ പിടിച്ചെണീപ്പിച്ചു. ആ കണ്ണീർ തുടച്ചു കളഞ്ഞു. നിങ്ങളൊക്കെ എന്നോട് നന്ദി പറയണോ ചേർത്തി? എൻ്റെ കടമ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. തെണ്ടിത്തിരിഞ്ഞു വന്ന എനിക്ക് ശങ്കരേട്ടൻ ഇവിടെ താമസിക്കാൻ അനുവാദം തന്നു. ചേർത്തിയും സുഗന്ധിയും ആഹാരം പാകം ചെയ്തു തന്നു. ഇതിനൊക്കെ ഞാൻ എങ്ങനെ പ്രത്യുപകാരം ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കത്ത് വന്നത്. സുഗന്ധി നന്ദിയോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. ആ കണ്ണുകളിലെ തിളക്കം അവൻ കണ്ടു. അപ്പോഴേക്കും സന്തോഷത്തോടെ കുഞ്ഞും രാജനും കുന്നേൽ വർക്കിയുമെല്ലാം അവൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. കർണ, നിന്നെ ഇനി ഇങ്ങനെ പേര് വിളിക്കാമോ ഞങ്ങൾക്ക്? കുഞ്ഞു തിരക്കി. അതെന്നാ ചേട്ടാ അങ്ങനെ? ഞാൻ ഇന്നും ആ പഴയ കർണൻ തന്നെയാ. അവൻ ചിരിച്ചു. എന്നെ അങ്ങ് മറന്നുപോയോ? മണിവേലു കുഞ്ഞിനെ നോക്കി. നല്ല ചോദ്യം മണിയെ. നിന്നെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? എല്ലാവരും ചിരിച്ചു. മണിവേലുവും അതിൽ പങ്കുചേർന്നു. തിരിച്ചു പോകും മുമ്പ് കടയിലേക്ക് വരില്ലേ കർണ? കുഞ്ഞു ഇരുവരെയും നോക്കി. തീർച്ചയായും വരും. ആളുകൾ പിന്തിരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ പോയെങ്കിലും അവർ ഇനിയും വരുമോന്നോ ഞങ്ങളുടെ പേടി, ചെറിയാച്ചൻ പറഞ്ഞു. വരുന്നെങ്കിൽ വരട്ടെ ചെറിയാച്ച, അപ്പോൾ നോക്കാം നമുക്ക്. മണിവേലു പതിയെ മീശ പിരിച്ചു. ആളുകൾ റോഡിലേക്ക് ഇറങ്ങിപ്പോയി. ഞാനും റോഡിലേക്ക് ഒന്ന് ചെല്ലട്ടെ. എന്താ കർണ, എല്ലാവരെയും ഒന്ന് കാണാം. മണിവേലു അവനെ നോക്കി. ശരി. എല്ലാവരും താഴേക്ക് പോയി. ആ വീട്ടുമുറ്റത്ത് കർണനും കാളിയും സുഗന്ധിയും ബാക്കിയായി. കർണൻ സുഗന്ധിയെ അടുത്ത് വിളിച്ചു. അതിനിടെ കാളി എന്തിനോ അകത്തേക്ക് പോയി. സുഗന്ധിയുടെയും കർണൻ്റെയും കണ്ണുകൾ കൊരുത്തു വലിച്ചു. പെട്ടെന്ന് ഒരു കരച്ചിലൂടെ അവൾ അവൻ്റെ മാറിലേക്ക് വീണു. അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു അത്. ഭാര്യയും മോളെയും കണ്ടോ? കരച്ചിലിനിടയിൽ അവൾ തിരക്കി. ഇല്ല. അവൻ അവളുടെ തോളിൽ പതിയെ തട്ടി. ഞാൻ ഇത്രയും കാലം അങ്ങ് വരുമെന്നോർത്ത് കഴിയുമായിരുന്നു. ഇനി എനിക്ക് വയ്യ. ഒരു വേലക്കാരിയായിട്ടെങ്കിലും അങ്ങ് എന്നെ കൂടെ കൂട്ടണം. അതുകൊണ്ട് സന്തോഷിച്ചോളാം ഞാൻ. കർണനെ ശബ്ദിക്കാനായില്ല. ഒരിക്കൽ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ വിലക്കിയതാണ് അവളെ. എന്നിട്ടും കർണൻ പതിയെ അവളെ തന്നിൽ നിന്ന് അകറ്റി. പക്ഷേ അവൾ അവൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിട്ടില്ല. എനിക്ക് വയ്യ കർണേട്ടാ ഇങ്ങനെ കഴിയാൻ. ഇനി അങ്ങയെ കാണാതിരുന്നാൽ നെഞ്ചു പൊട്ടി ചത്തുപോകും ഞാൻ. അങ്ങയുടെ ഭാര്യയെയും മകളെയും തിരികെ കിട്ടുന്ന നിമിഷം ആരും കാണാത്ത ഏതെങ്കിലും ലോകത്തേക്ക് ഓടി ഒളിച്ചോളാം ഞാൻ. എന്നാലും എന്നെ കൈവിടരുത്. പറ്റില്ലെന്ന് പറയരുത്. കർണനെ ശബ്ദിക്കാനായില്ല. കാളി അകത്തു നിന്ന് ഇറങ്ങി വന്നപ്പോൾ കാണുന്ന രംഗം ഇതാണ്. കർണൻ പെട്ടെന്ന് പിന്നോക്കം മാറി. കാളി പറഞ്ഞു. കർണ, ഇവളോട് പറഞ്ഞ് ഞാൻ മടുത്തു. ഒറ്റ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക ഇവള്. ഞാൻ എന്നാ ചെയ്യാനാ? അവസാനം ഇപ്പോൾ എനിക്കും തോന്നുന്നു അവളുടെ തീരുമാനമാ നല്ലതെന്ന്. ചേട്ടത്തി, അമ്പരപ്പായിരുന്നു കർണന്. അതേ മോനെ, ഇത്രയും കാലം കേടുപറ്റാതെ ഇവൾ കഴിഞ്ഞു. ഇനി ഇവിടെ കഴിഞ്ഞാൽ ഇന്ന് വന്നതുപോലെയുള്ള കാട്ടാളന്മാർ എൻ്റെ കുഞ്ഞിനെ പിച്ചു ചീന്തും. അതുകൊണ്ട് ഒരു വേലക്കാരിയായിട്ടെങ്കിലും നീ ഇവിടെ കൊണ്ടുപോ. കർണൻ പിന്നെയും സുഗന്ധിയെ നോക്കി. പ്രതീക്ഷ നിറഞ്ഞ ഭാവത്തിൽ നിൽക്കുകയാണവർ. താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി സൗന്ദര്യമുണ്ട് ഇപ്പോൾ ഇവൾക്കെന്ന് അവന് തോന്നി. ആരും ഒന്നുകൂടി നോക്കി പോകുന്ന സൗന്ദര്യം. പക്ഷേ അവൻ്റെ മനസ്സിൽ തൻ്റെ സീതയുടെ മുഖം തെളിഞ്ഞു. കൊച്ചുറാണിയുടെ മുഖം തെളിഞ്ഞു. അവർ ഒരിക്കൽ തൻ്റെ മുന്നിലെത്തുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. അവർ വന്നു കഴിഞ്ഞാൽ സുഗന്ധിയുടെ ഭാവി ഒരുപക്ഷെ സീതയ്ക്ക് എല്ലാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കും. എന്നാലും എന്താ ഒന്നും പറയാത്തത്? സുഗന്ധിയുടെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. അങ്ങ് ഇപ്പോൾ വലിയ ആളാണെന്നറിയാം. അതുകൊണ്ടാണ് ഒരു വേലക്കാരിയായിട്ട് എന്നെ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞത്. അല്ലാതെ ഒരിക്കൽ പോലും അങ്ങനെ ഭാര്യയായി കാണണ്ട. അകലെ നിന്ന് എനിക്ക് അങ്ങയെ കണ്ടാൽ മതി. സന്തോഷിച്ചോളാം ഞാൻ. ഇങ്ങനെയൊക്കെ പറയുന്ന ആ പെണ്ണോട് പറ്റില്ലെന്ന് പറയുവാൻ അവനായില്ല. അവസാനം അവൻ തലകുലുക്കി. ശരി, എങ്കിൽ സുഗന്ധിയും ചേട്ടത്തിയും എൻ്റെ ഒപ്പം പോന്നോളൂ. ഇല്ല മോനെ, അദ്ദേഹത്തെ അടക്കിയ ഈ മണ്ണിൽ നിന്ന് ഞാൻ എങ്ങോട്ടുമില്ല. ഇവള് രക്ഷപ്പെടണം. അതുമാത്രമേ എനിക്കുള്ളൂ. കർണൻ നിർബന്ധിച്ച് നോക്കിയെങ്കിലും കാളി വഴങ്ങിയില്ല. എങ്കിൽ സുഗന്ധി ഒരുങ്ങിക്കോളൂ. ഞാൻ അപ്പോഴേക്ക് റോഡിലേക്കൊന്ന് പോയേച്ചു വരാം. സന്തോഷത്തോടെ അവൾ തലകുലുക്കി. കർണൻ റോഡിലെത്തുമ്പോൾ ആളുകളെല്ലാം കുഞ്ഞിൻ്റെ കടയ്ക്കുള്ളിലായിരുന്നു. മണിവേലു പറയുന്നതൊക്കെ അവർ സന്തോഷത്തോടെ കേൾക്കുന്നു. വിശേഷങ്ങൾ തിരക്കുന്നു. അങ്ങനെ ആകെ ഒരു ഉണർവ്. കർണൻ കൂടി ചെന്നപ്പോൾ രംഗം കൊഴുത്തു. രാജമ്മ ഒരു ചായ കൊണ്ടുവന്ന് കർണന് കൊടുത്തു. എന്തിയാ അവിടെ നീരജ? അവൻ തിരക്കി. മോളെ ഇങ്ങോട്ട് വാ, രാജമ്മ വിളിച്ചു. പുഞ്ചിരിയോടെ അവൾ ഇറങ്ങി വന്നു. അല്ല, പെണ്ണങ്ങ് വളർന്നു കെട്ടിക്കാറായല്ലോ, അവൻ പറഞ്ഞപ്പോൾ അവൾ നാണിച്ച് തല താഴ്ത്തി. കർണൻ കുഞ്ഞിൻ്റെ നേരെ തിരിഞ്ഞു. ഈ പെണ്ണിനെ ചായക്കച്ചവടത്തിന് നിർത്താനാണോ നിങ്ങളുടെ ഉദ്ദേശ്യം? കർണനറിയാമല്ലോ, ഈ കടയും കൊണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാ? പിന്നെ അന്നത്തെ കാര്യം കഴിഞ്ഞു പോകും. ഇക്കാലത്ത് ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കർണൻ തലകുലുക്കി. അവിടെ നിന്നിരുന്ന തൻ്റെ ആളുകളിൽ ഒരാളോട് പറഞ്ഞു. കാറിൽ നിന്നും പെട്ടിയും എടുത്തുകൊണ്ട് വാ. നിമിഷത്തിനുള്ളിൽ പെട്ടി കൊണ്ടുവന്ന് അയാൾ കർണന് മുന്നിൽ മേശപ്പുറത്ത് വെച്ചു. അത് തുറന്ന് ചെക്ക് ലീഫ് എടുത്ത് കർണൻ ഒപ്പിട്ടു. പിന്നെ മണിവേലുവിൻ്റെ നേരെ നീട്ടി. തുക നീ എഴുതു മണി. അത് വാങ്ങിയിട്ട് മണിവേലു പേന എടുത്തു. ഒരു കല്യാണം. അയാൾ പേന കൊണ്ട് താടിയിൽ താളം പിടിച്ചു.
എല്ലാ കണ്ണുകളും ചെക്കിലേക്ക് നീണ്ടു. മണിവേലു അതിൽ 2 ലക്ഷം എന്ന് അക്കത്തിൽ എഴുതിയിട്ട് കർണന് തിരിച്ചു കൊടുത്തു. 2 ലക്ഷം തികയുമല്ലോ കുഞ്ഞുകുഞ്ഞേട്ടാ? കർണൻ ചോദിച്ചു. 2 ലക്ഷമോ? കുഞ്ഞുകുഞ്ഞിൻ്റെ കണ്ണ് തള്ളി. എൻ്റെ തല കറങ്ങുന്നു. ആരോ അയാളെ താങ്ങി. കേട്ടവർക്കെല്ലാം അമ്പരപ്പായിരുന്നു. 2 ലക്ഷം രൂപ, അതും കുഞ്ഞുകുഞ്ഞിന് വെറുതെ കൊടുക്കുന്നു. ഇത് ഞാൻ ഇത്തിരി വെള്ളം കൊടുക്കു രാജമ്മേ, ആരോ പറഞ്ഞു. രാജമ്മ കൊണ്ടുവന്ന വെള്ളം അയാൾ ആർത്തിയോടെ കുടിച്ചു. കർണൻ തുക അക്ഷരത്തിലും എഴുതിയിട്ട് ചെക്ക് കുഞ്ഞുകുഞ്ഞിനെ ഏൽപ്പിച്ചു. കല്യാണത്തിനൊരു കുറവും ഉണ്ടാകരുത്. ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ തീർച്ചയായും വരും. പിന്നെ കല്യാണ ആവശ്യത്തിന് മാത്രമേ പണം എടുക്കാവൂ. ചെറുക്കനെ കുറിച്ച് എല്ലാം ശരിക്കും തിരക്കി അറിയണം. സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി കുഞ്ഞുകുഞ്ഞ്. അയാൾ തല കുലുക്കി. നമുക്ക് പോകണ്ടേ മണി? കർണൻ എണീറ്റു. എന്നാലും കുഞ്ഞുകുഞ്ഞേട്ടന് ലോട്ടറി അടിച്ചത്, രാജൻ പിറുപിറുത്തു. അതിനെ നീ എന്തിനാടാ അസൂയപ്പെടുന്നത്? ചെറിയാച്ചൻ കളിയാക്കി. കർണനും മണിവേലുവും മറ്റും റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് 2 ജീപ്പുകൾ അവിടെ വന്നു നിന്നത്. അയ്യോ, ഫോറസ്റ്റുകാർ കുടിയൊഴിപ്പിക്കാൻ വന്നു, ആരോ പറയുന്നത് കർണൻ കേട്ടു. ഫോറസ്റ്റുകാർ? കർണനും മണിവേലുവും മുഖാമുഖം നോക്കി. ഒന്നൊഴിയുമ്പം മറ്റൊന്നാണല്ലോ ദൈവമേ, ആരോടൊന്നില്ലാതെ രാജമ്മ ഉറക്കെ പറഞ്ഞു. ജീപ്പുകളിൽ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇറങ്ങി. ഇവന്മാരും നേരത്തെ വന്ന ആ കഞ്ചാവ് കൃഷിക്കാരുടെ ആൾക്കാരാ, രാജൻ പറയുന്നത് കർണൻ കേട്ടു. റോഡിൽ നിൽക്കുന്നവരെ ശ്രദ്ധിക്കാതെ മുകളിലേക്ക് കയറി പോകുകയായിരുന്നു ഫോറസ്റ്റുകാർ. വാ മണി, നമുക്ക് അവരുടെ കാര്യങ്ങളൊന്ന് തിരക്കാം. കർണൻ മുന്നിൽ നടന്നു. മണിവേലുവും പിന്നാലെ എത്തി. സുഗന്ധിയുടെ വീടിനും മുറ്റത്തെത്തിയിരുന്നു അപ്പോഴേക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. കാളി അവരെ തുറച്ചു നോക്കി. നിങ്ങളോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിരുന്നല്ലേ ഞങ്ങൾ? ഫോറസ്റ്റുകാർ ശബ്ദമുയർത്തി. ഞങ്ങളെ എങ്ങോട്ട് പോകണമെന്നൂടെ സാർമാർ പറഞ്ഞാട്ടെ. കാളി ഒട്ടും പതറിയില്ല. അത് പറയാതെ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങില്ലേ? ഇല്ല. എങ്കിൽ ഇറക്കാമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഫോറസ്റ്റ് ഗാർഡുകളെ നോക്കി. അവർ മുന്നോട്ട് നീങ്ങാൻ ഭാവിച്ചതും പിന്നിൽ നിന്ന് കർണൻ വിളിച്ചു പറഞ്ഞു. സാർമാരൊന്നും നിന്നേ. അവർ തിരിഞ്ഞു നോക്കി. ഇവരെ ഇവിടെ നിന്ന് കൊടിയൊഴിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവുണ്ടോ സാറിൻ്റെ കയ്യിൽ? എങ്കിൽ അതൊന്ന് കാണിക്കണം. ഫോറസ്റ്ററോടാണ് കർണൻ ചോദിച്ചത്. അയാളുടെ കണ്ണുകൾ കുറുകി. ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ ആരുമായിക്കൊള്ളട്ടെ. സാർ ചോദിച്ചതിന് ഉത്തരം പറ. വർഷങ്ങളായി ഇവിടെ ഇവർ കുടിയേറി പാർക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ നിന്നും ഇറക്കി വിടുന്നവരെ അധിവസിപ്പിക്കുന്നത് എവിടെയാണെന്നും മറ്റും അറിയണമല്ലോ. കയ്യേറിയ വനഭൂമി തിരിച്ചെടുക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് തന്നെ യാതൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഉണ്ടല്ലോ, ഇവർ ഇന്ന് പുതുതായി വനം കയ്യേറിയതല്ല. 10-25 വർഷമായി. ഇപ്പോഴാണോ സാറുമാർ ഈ വിവരം അറിയുന്നത്? ഫോറസ്റ്റർ അസ്വസ്ഥനായി. കർണൻ തുടർന്നു. സർക്കാർ ഉത്തരവ് അനുസരിച്ചാണെങ്കിൽ പോലും ഇവരെ എവിടെ പാർപ്പിക്കും എന്ന തീർച്ച പറയാതെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ പറ്റില്ല. അതിനൊക്കെ കോടതിയും നിയമമൊക്കെയുണ്ട്. വെറുതെ ഈ പാവങ്ങളെ വിരട്ടി കഞ്ചാവ് കൃഷിക്കാർക്ക് സ്ഥലം നൽകാമെന്ന് കരുതണ്ട. താൻ അനാവശ്യം പറയരുത്. ഫോറസ്റ്റർ കൈ ചൂണ്ടി. ദേ, എന്നെ തനിക്ക് ശരിക്കറിയില്ല. ചൂണ്ടിയ കയ്യങ്ങ് വെട്ടും ഞാൻ. കർണൻ മണിവേലുവിനെ നോക്കി. ആ വീഡിയോ ക്യാമറ ഇന്നെടുത്ത് കൊണ്ടുവരാൻ നമ്മുടെ ആളുകളോട് പറ. എന്തധികാരം വെച്ചാണ് ഇയാളെ ഇവരെ കുടിയൊഴിപ്പിക്കുന്നതെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയട്ടെ. പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ച് വീഡിയോ ഓഡിയോ കാസ്റ്റുകളെല്ലാം തെളിവായി പരിഗണിക്കും. കർണൻ പതിയെ മീശ പിരിച്ചു. ഫോറസ്റ്ററുടെ മുഖം വിളറി. അയാൾ ഗാർഡുകളെ നോക്കി. ഇപ്പോൾ പോകാം നമുക്ക്. പോലീസിനെ കൂടി കൂട്ടി വരാം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും തടിത്തപ്പുകയാണ് അയാളുടെ ഉദ്ദേശമെന്ന് കർണന് ഉറപ്പായി. അവൻ ചിരിച്ചു. വേഗം വരണേ, ഞങ്ങൾ കാത്തിരിക്കാം. ഫോറസ്റ്റർ മിണ്ടിയില്ല. അവർ പോയി. അന്ന് കർണനും മണിവേലുവും അവരുടെ ആളുകളുമെല്ലാം ഭക്ഷണം കഴിച്ചത് കുഞ്ഞുകുഞ്ഞിൻ്റെ ചായക്കടയിൽ നിന്നാണ്. ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞ് കർണൻ കുഞ്ഞുകുഞ്ഞിൻ്റെ കയ്യിൽ തൻ്റെയും മണിവേലുവിൻ്റെയും മൊബൈൽ നമ്പറുകൾ കുറിച്ചു കൊടുത്തു. വെയിൽ മങ്ങിയ ശേഷമാണ് അവർ മടക്കയാത്രയ്ക്ക് തയ്യാറായത്. തൻ്റെ പഴയ തകരപ്പെട്ടിയിൽ വസ്ത്രങ്ങളും മറ്റും അടുക്കി വെച്ച് സുഗന്ധി ഇറങ്ങി വന്നു. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. അമ്മയും മകളും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാളി മകളെ ആശ്വസിപ്പിച്ചു. എല്ലാം നല്ലതിനാ മോളെ. എനിക്കിനി എത്ര കാലം നീ സുഖമായിരിക്കണം. അതിനായി പോയേ പറ്റൂ. പിന്നെ സമയം കിട്ടുമ്പോൾ ഈ വഴി വരണം, അല്ലെങ്കിൽ കത്തയക്കണം. അത്രമാത്രം മതി ഈ അമ്മയ്ക്ക്. നനഞ്ഞ കണ്ണുകളോടെ സുഗന്ധി വന്നു. കർണൻ റോൾസ് റോയ്സ് കാറിൻ്റെ പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു. അവിടുത്തെ ആളുകളെല്ലാം യാത്ര അയക്കാൻ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സുഗന്ധി കാറിൽ കയറി. ഡോർ അടഞ്ഞു. കർണനും മണിവേലുവും മുന്നിലും കയറി. വാഹനങ്ങൾ നീങ്ങി. അങ്ങനെ ആ കൊച്ചു രക്ഷപ്പെട്ടു. കുഞ്ഞുകുഞ്ഞ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇത്തവണ മണിവേലുവായിരുന്നു ഡ്രൈവ് ചെയ്തത്. കാറിനുള്ളിൽ മൗനമായിരുന്നു. മണിവേലു സ്റ്റീരിയോ ഓൺ ചെയ്തു. പകൽ മങ്ങി. രാത്രി വന്നു. കാർ പട്ടണം പിന്നിട്ടു. ഇനിയും മണിക്കൂറുകൾ യാത്ര ചെയ്യണം. അവർ മുന്തിയ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. വീണ്ടും യാത്ര. കർണൻ പിന്നിൽ അവൾക്കൊപ്പം ഇരുന്നു. കുറച്ച് ദിവസം കഴിയട്ടെ സുഗന്ധി. നമ്മൾ ചെന്ന് വിളിച്ചാൽ അമ്മ കൂടെ പോരും, നോക്കിക്കോ. അവളുടെ കയ്യിൽ പതിയെ പിടിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അവൾ അവൻ്റെ അരികിലേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു. തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിൽ അഭയം തേടാൻ ശ്രമിക്കുന്ന കോഴിക്കുഞ്ഞിനെ പോലെ.
കർണൻ അവളുടെ തോളിൽ കൈവച്ച് പതിയെ താളമടിച്ചു. ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും മൗനത്തിന് ഒരുപാട് ആശയങ്ങൾ കൈമാറുവാൻ സാധിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവൾ അവൻ്റെ മടിയിലേക്ക് തലവെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങി. എതിരെ വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം ഗ്ലാസിൽ പ്രതിഫലിച്ചപ്പോൾ അവൻ അവളുടെ മുഖം കണ്ടു. നിഷ്കളങ്ക ഭാവം ആ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. കർണൻ അപ്പോൾ സീതയെ ഓർത്തു, റാണിമോളെ ഓർത്തു. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ അവരുണ്ടാകും. തൻ്റെ സീത തന്നെ കുറ്റപ്പെടുത്തുമോ? പിന്നോട്ട് ചാരി അവനും കണ്ണടച്ചു. 2 ദിവസങ്ങൾ കഴിഞ്ഞു. സുഗന്ധിക്ക് താമസിക്കുവാൻ തന്നെ 12 നില കെട്ടിടമായ റാണി അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫ്ലാറ്റാണ് അവൻ തരപ്പെടുത്തിയത്. കൂട്ടിന് ഒരു വേലക്കാരിയെയും വെച്ചു. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഫ്ലാറ്റ്. ബോറ് തോന്നി തുടങ്ങുമ്പോൾ റാണി ഗ്രൂപ്പ് കോംപ്ലക്സിൽ അവൾക്കൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിയതിൻ്റെ അടുത്ത ദിവസം തന്നെ പട്ടണത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും അവൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. വിവിധ ഫാഷനുകളുള്ളവ. ജ്വല്ലറിയിൽ പോയി ആഭരണങ്ങൾ വാങ്ങി. പിന്നെ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ പലതും ആദ്യമായി കാണുകയായിരുന്ന സുഗന്ധിക്ക് ആദ്യം അമ്പരപ്പായിരുന്നു. കർണനും അവളും കൂടി കാറിൽ പട്ടണം മുഴുവൻ ചുറ്റിക്കണ്ടു. വിടർന്ന മിഴികളോടെ സുഗന്ധി ഇരുന്നു. ഫ്ലാറ്റ് കണ്ടപ്പോഴും അതേ അമ്പരപ്പായിരുന്നു അവൾക്ക്. 10ാം നിലയിലാണ് അവൾക്കുള്ള ഫ്ലാറ്റ്. ലിഫ്റ്റിൽ വേണം പോകാൻ. 2 കിടപ്പുമുറികളും വലിയ സിറ്റിംഗ് കം ഡൈനിങ് റൂമും കിച്ചൺ, കായലിന് അഭിമുഖമായി ബാൽക്കണി. അകലെ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളും താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളും കാണാം. താഴെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പകുതി വലിപ്പം. ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതും മറ്റും അവൻ അവളെ പഠിപ്പിച്ചു. ദിവസം ഒരു നേരം അവൻ അവളുടെ അരികിൽ പോകും. അങ്ങനെയിരിക്കെ അവൾ പറഞ്ഞു, എന്നും കർണട്ടെ ഇങ്ങനെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ മതിയോ? ഇവിടെ നിന്നായിക്കൂടെ? അവൻ ചിരിച്ചു. അതൊന്നും നടന്നെന്ന് വരില്ല സുഗന്ധി. ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമാണെങ്കിൽ തീർച്ചയായും കഴിച്ചേക്കാം. അവൾക്ക് സന്തോഷമായി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു നാൾ സന്ധ്യ കഴിഞ്ഞാണ് കർണൻ വന്നത്. നല്ല മഴയുണ്ടായിരുന്നു. അവൻ വരുമ്പോൾ കുളിച്ച് മുടി വിടർത്തിയിട്ട് ശുഭ്രവസ്ത്രധാരിണിയായി ബാൽക്കണിയിൽ നിന്ന് മഴ ആസ്വദിക്കുകയായിരുന്നു സുഗന്ധി. ബാൽക്കണിയിൽ വെളിച്ചം കുറവുള്ള ഒരു ലൈറ്റായിരുന്നു ഉണ്ടായിരുന്നത്. കൈവരിയിലേക്ക് കൈകളൊന്നി നിൽക്കുന്ന സുഗന്ധിയുടെ പിൻചിത്രത്തിലേക്ക് നോക്കി അവൻ അല്പനേരം നിന്നുപോയി. നിതംബം മറിഞ്ഞു കിടക്കുന്ന തലമുടി. ഒറ്റനോട്ടത്തിൽ അവളൊരു പ്രതിമയാണെന്നേ തോന്നും. കർണനും അവിടേക്ക് ചെന്നു. മഴ കാണുകയാണോ? തട്ടരികിൽ എത്തിയിട്ടാണ് അവൻ തിരക്കിയത്. അവൾ ഞെട്ടിയുണർന്നു. അവനാണെന്ന് കണ്ടപ്പോൾ ആ കണ്ണുകൾ തിളങ്ങി. കായലിൽ കപ്പലുകളുടെ ലൈറ്റുകൾ ചെറുപുട്ടുകൾ പോലെ കണ്ടു. ഞാൻ ഭയന്നു പോയി. അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. വളരെ അടുത്തായിരുന്നത് കാരണം അവളുടെ നിശ്വാസം അവൻ്റെ നെഞ്ചിൽ തട്ടി. മഴ ഇഷ്ടമാണോ? അവൻ തിരക്കി. അവൾ ഈണത്തിൽ മൂളി. ഒരു കാറ്റ് വീശി. കുളിര് തോന്നിയിട്ട് എന്നവണ്ണം അവൾ അവനിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നു. അവളിൽ നിന്നും സ്ത്രീയുടേതായ ഒരു ഗന്ധം ഉയരുന്നത് അവനറിഞ്ഞു. പുരുഷന് ഉന്മാദം നൽകുന്ന ഗന്ധം. അവൾ അവൻ്റെ മാറിലേക്ക് തലചായ്ച്ചു. ഇന്നലെ എന്താ വരാതിരുന്നത്? ഒട്ടും സമയമില്ലായിരുന്നു. രാത്രി എത്തിയപ്പോൾ 11 മണി കഴിഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ കൈനീട്ടി ലൈറ്റ് കെടുത്തി. ഈ ജന്മം മുഴുവൻ ഇങ്ങനെ നിന്നാൽ മതിയെന്ന് തോന്നിപ്പോകുന്നു. അവൻ പതിയെ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ചുണ്ടോട് ചേർത്തു. പൂത്തുലഞ്ഞതുപോലെ അവൾ ഒന്ന് ഞരങ്ങി. അവൻ അവളുടെ ചുണ്ടത്തും മൂക്കിലും കവിളിലും കഴുത്തിലുമൊക്കെ ഉമ്മ വച്ചു. കർണേട്ടാ. തളർന്ന് ഇപ്പോൾ താഴെ വീഴുമെന്ന മട്ടിലായിരുന്നു അവളുടെ ശബ്ദം. തണുത്ത കാറ്റ് വീശിയത് അവർ അറിഞ്ഞില്ല. പരസ്പരം ചൂട് പകർന്ന് വിട്ടകലാൻ തെല്ലും മനസ്സില്ലാതെ സ്വയം മറന്നു നിന്നുപോയ നിമിഷങ്ങൾ. പെട്ടെന്ന് തൊട്ടു പിന്നിലെ ജനാലച്ചില്ല് തകർന്നു വീണു. 2 പേരും ഞെട്ടിയകന്നു. അപകടം മനസ്സിലാക്കിയ കർണൻ സുഗന്ധിയെയും വലിച്ച് തറയിലേക്ക് വീണു. തകർന്നു വീണ ജനാലച്ചില്ലുകൾക്ക് മുകളിലേക്കാണ് അവരും വീണത്. കുപ്പിച്ചില്ല് ശരീരത്തിൽ കൊള്ളാതെ സൂക്ഷിക്കണം, കർണൻ സുഗന്ധിയോട് പറഞ്ഞു. ഒപ്പം അവൻ ബാൽക്കണിയുടെ കൈവരിക്കിടയിലൂടെ അകലേക്ക് നോക്കി. വെടിയുണ്ട പതിച്ചതാണ്. ജനാല ഉടഞ്ഞതെന്ന് വ്യക്തം. ഇരുട്ടാണ് തന്നെ രക്ഷിച്ചത്. അകത്തെ മുറിയിൽ നിന്നും പുറത്തേക്ക് തെന്നി വീഴുന്ന വെളിച്ചത്തിൽ തങ്ങൾ 2 നിഴലുകളാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. അതാവണം രക്ഷപ്പെട്ടത്. ഏതായാലും ഇതൊരു ടെലിസ്കോപ്പിക് ഗൺ ആണെന്നുള്ളതിന് തർക്കമില്ല. 100 മീറ്റർ അകലെയായി മറ്റൊരു ഫ്ലാറ്റുണ്ട്. ഒരു ചെട്ടിയാരുടേത് ആണത്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുളിൽ മുങ്ങി നിൽക്കുന്ന അതിനുള്ളിലാവണം ഷൂട്ടർ എന്ന് അവന് തോന്നി. എഴുന്നേൽക്കാൻ ഭാവിച്ച സുഗന്ധിയെ അവൻ അവിടെ തന്നെ പിടിച്ചു കിടത്തി. വെറുതെ ബുദ്ധിമോശം കാണിക്കല്ലേ സുഗന്ധി. എന്താ ഉണ്ടായത്? അവൾക്കൊന്നും മനസ്സിലായിരുന്നില്ല. ആരോ നമ്മളെ വെടിവെച്ചതാണ്. എൻ്റെ ഈശ്വര. അവൾ നിലവിളിക്കാൻ ഭാവിച്ചപ്പോൾ അവൻ വായ പൊത്തി. മിണ്ടരുത്. അതോടെ അവൾ നിശബ്ദയായി. കർണൻ വീണെടുത്ത് തന്നെ കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ എടുത്ത് ആർക്കോ ചില നിർദ്ദേശങ്ങൾ നൽകി. അപ്പോഴും മഴ തകർക്കുകയാണ്. ജനാല ഉടഞ്ഞതിൻ്റെ ഒച്ചക്കേട്ടാവണം അതെന്താണെന്നറിയുവാൻ ജോലിക്കാരി അങ്ങോട്ട് വരുന്നത് കർണൻ കണ്ടു. ഏയ്, നിങ്ങളിങ്ങോട്ട് വരരുത്. ഇവിടെ മുഴുവൻ കുപ്പിച്ചില്ലുകളാണ്, അവൻ വിളിച്ചു പറഞ്ഞു. അവർ നിന്നു. കർണൻ ഇരുളിലാണ്ട് നിൽക്കുന്ന ഫ്ലാറ്റിലേക്ക് നോക്കി തലയുയർത്തി. ആ സെക്കൻഡിൽ അവിടെ ഒരു മിന്നലുണ്ടായത് കണ്ടതും വീണ്ടും തറയിലേക്ക് തന്നെ വീണു. ഒരു ബുള്ളറ്റ് ഭിത്തിയിൽ വന്ന് തറച്ചതിൻ്റെ ശബ്ദം കേട്ടു.
തലയുയർത്തുന്നത് ഉചിതമല്ല. സുഗന്ധിയെ താങ്ങി പിടിച്ചുകൊണ്ട് തന്നെ അവൻ ചില്ലുകൾക്ക് മുകളിലൂടെ ഇഴഞ്ഞ് വാതിൽക്കലെത്തി. പിന്നെ കണ്ണു ചിമ്മുന്ന വേഗതയിൽ ബാൽക്കണിയിൽ നിന്നും മുറിയിലേക്ക് ചാടി. ആവൂ, ഇനി പേടിക്കാനില്ല. സെറ്റിയിലിരുന്നിട്ട് കർണൻ ഒരു സിഗരറ്റ് കൊളുത്തി. അപ്പോഴും സുഗന്ധിയുടെ നടുക്കം വിട്ടുമാറിയിരുന്നില്ല. ജോലിക്കാരി തിരികെ അടുക്കളയിലേക്ക് പോയി. ഒന്നും സംഭവിക്കാത്തതുപോലെ കർണൻ സുഗന്ധിയെ ചേർത്തിരുത്തി. ഒരു കെട്ടുപൂവ് തൻ്റെ ശരീരത്തോട് ഒട്ടിയിരിക്കുന്ന അനുഭൂതിയാണ് അവനുണ്ടായത്. ആ പൂവുടൽ ഇപ്പോഴും വിറക്കൊള്ളുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. സുഗന്ധി, അവൾ ഈണത്തിൽ മൂളി. ഭയന്നു പോയോ നീയെ? അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയ ശേഷം സുരക്ഷിതത്വത്തിന് എന്ന വണ്ണം ആ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. ഈ നേരത്തെ ഇരുളിൽ ആണ്ടു നിന്നിരുന്ന ഒരു ഫ്ലാറ്റിന് താഴെ ചില വാഹനങ്ങൾ വന്യമായൊരു മുരൾച്ചയോടെ ബ്രേക്കിട്ടു. അതിൽ നിന്നും ചാടിയിറങ്ങിയവർ ചടുലഭാവത്തിൽ ഫ്ലാറ്റിലേക്ക് കുതിച്ചു കയറി. 10ാം നിലയിലെ ഇരുളിൽ ഒരു ഷൂട്ടർ അപ്പോഴും ഉണ്ടായിരുന്നു. ഒരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നിയെങ്കിലും തനിക്ക് അത് ആപത്തായി തീരും എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. ഇനി കർണൻ ആ ബാൽക്കണിയിലേക്ക് വരുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു അയാൾക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഒരവസരം വരുന്നതും പ്രതീക്ഷിച്ച് ഇവിടെ തന്നെ ഇരിക്കുവാൻ തുടങ്ങിയിട്ട് അവസാനം എല്ലാം ഒത്തുവന്നതുമായിരുന്നു. ഭാഗ്യം ഇപ്പോഴും കർണനോടൊപ്പമാണ്. അതുകൊണ്ട് മാത്രമാണ് തനിക്ക് ലക്ഷ്യം തെറ്റിയത്. ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത ഒരു പിഴവ്. അതിനർത്ഥം ഒന്നേയുള്ളൂ, ഇരയ്ക്ക് മരിക്കുവാൻ നേരമായിട്ടില്ല. പൊടുന്നനെയാണ് ഒരു ടോർച്ചിൻ്റെ വെളിച്ചം അയാളിൽ പതിഞ്ഞത്. ഞെട്ടലോടെ ഗൺ കടന്നെടുത്ത് അയാൾ ആ വെളിച്ചത്തിന് നേരെ തിരിഞ്ഞു. പക്ഷേ വൈകിപ്പോയിരുന്നു. ചീറിയെത്തിയ ഒരു ബുള്ളറ്റ് അയാളുടെ കൈപ്പത്തി തകർത്തു. വല്ലാത്തൊരു നിലവിളിയോടെ ഗണ്ണിലെ പിടിവിട്ടു അയാൾ. പ്രാണരക്ഷാർത്ഥം പിന്തിരിയാൻ ഭാവിച്ച അയാളെ ഒരു ശബ്ദം വിലക്കി. ഇനി നീ അനങ്ങിയാൽ ബുള്ളറ്റ് തകർക്കുന്നത് നിന്റെ തലയായിരിക്കും. കാലുകളിൽ കൂച്ചു വിലങ്ങ് വീണതുപോലെ അയാൾ നിന്നു. കനത്ത കാലടികൾ അയാൾക്ക് നേരെ നീണ്ടു. ആ കണ്ണുകളിലേക്ക് ടോർച്ചിൻ്റെ വെളിച്ചം പുളഞ്ഞിറങ്ങിയപ്പോൾ അയാൾ കണ്ണുകൾ അടച്ചു കളഞ്ഞു. നിന്റെ പേരോ നാളോ സ്ഥലമോ ഒന്നും ഞങ്ങൾക്കറിയേണ്ട. അറിയേണ്ടത് ഒന്ന് മാത്രം. ആരാണ് നിന്നെ ഇവിടേക്ക് അയച്ചത്? ടോർച്ചിന് പിന്നിൽ നിന്നും ചോദ്യം. അത് ഞാൻ സ്വയം തീരുമാനിച്ചതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കല്ലേ. വെറുതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പറഞ്ഞോളൂ. ആരാണ് നിന്നെ ഇവിടേക്ക് വരുത്തിയത്? കരുണദാസ്, അയാൾ പേടിയോടറിയിച്ചു. അടുത്ത നിമിഷം ഒരു ബുള്ളറ്റ് അയാളുടെ മാറിടം പിളർന്നു. ഒരലർച്ച. ഷൂസിട്ട ഒരു കാൽ ഉയർന്നു അയാളെ പിന്നോക്കം തള്ളി. ശൂന്യതയിലൂടെ ആ നിലവിളി താഴേക്ക് പോയി. അപ്പോൾ സുഗന്ധിയോടൊന്നിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുന്ന് അത്താഴം കഴിക്കുകയായിരുന്നു കർണൻ. ഇനി ഞാൻ ഇറങ്ങട്ടെ? കൈ കഴുകി ടവലിൽ തുടയ്ക്കുന്നതിനിടയിൽ കർണൻ അവളോട് പറഞ്ഞു. ഈ രാത്രിയിൽ ഇന്നിനി ഇവിടെ കഴിഞ്ഞുകൂടെ? അവൻ അവളുടെ മുഖത്തേക്ക് നോട്ടം നട്ടു. പിന്നെ പറഞ്ഞു, ഇന്ന് പോയേ പറ്റൂ. ഇനിയൊരു ദിവസം ഞാൻ വരാം. ടവൽ അവളുടെ തോളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആ താടിയിൽ മൃദുവായി ഒന്ന് തട്ടിയിട്ട് അവൻ ഇറങ്ങിപ്പോയി. മണിവേരുവും മറ്റും അവനെ കാത്തിരിക്കുകയായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ അവൻ അവർക്കരികിലെത്തി. ആ അറ്റംപ്റ്റിന് പിന്നിൽ കരുണാദാസാണെന്ന് അവർ അവനോട് പറഞ്ഞു. കർണൻ എന്തോ ചിന്തിച്ചിരുന്നു. ഇതിനൊരു മറുപടി കൊടുത്തേ പറ്റൂ. നമ്മൾ വിവരം അറിഞ്ഞാന്നെങ്കിലും അയാൾ മനസ്സിലാക്കണമല്ലോ. എന്ത് വേണമെന്ന് നീ പറഞ്ഞാൽ മതി കർണ. ഈ ഓപ്പറേഷന് ഞാനാണ് നേതൃത്വം കൊടുക്കുന്നത്, മണിവേലു പറഞ്ഞു. കർണൻ തലകുലുക്കി. വെളുപ്പിന് 5 മണിക്ക് തന്നെ കരുണാദാസ് ഉണർന്നു. അതാണ് പതിവ്. പിന്നെ നേരെ ടെറസിലേക്ക്. അവിടെയാണ് കരുണാദാസിൻ്റെ വ്യായാമ മുറകൾ ആരംഭിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് ശരീരം നന്നായി വിയർക്കണം. അതിനുശേഷമേ ഉള്ളൂ മറ്റെന്തും. മുകളിലേക്ക് കയറി പോകുമ്പോഴും അയാൾ അസ്വസ്ഥനായിരുന്നു. തൻ്റെ ആൾ എന്തേ ഇതുവരെ വിളിച്ചില്ല? ഇന്നും അവന് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ലെന്ന് വരുമോ? ജാഫർ ബാൽക്കണിയിൽ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു. കരുണാദാസ് അയാളെ നോക്കി. അവൻ വിളിച്ചില്ലല്ലോ. നോ സാർ. അയാൾ വ്യായാമം തുടങ്ങി. ഉടനെ ഫോൺ ശബ്ദിച്ചു. ജാഫർ അറ്റൻഡ് ചെയ്തിട്ട് കരുണാദാസിന് കൈമാറി. യെസ്. എടാ, തന്തയ്ക്ക് പിറക്കാത്തവനെ, ആണുങ്ങളോട് കളിക്കണമെങ്കിൽ നേർക്കു നേരെ വരണം. അതിനുള്ള ആണത്തം നിനക്കില്ലെന്നുള്ളതിന് തെളിവാണല്ലോ ഇരുളിൻ്റെ പിൻബലത്തിൽ കൂലിക്കൊലയാളികളെ നിയോഗിക്കുന്നത്. അപ്പുറത്തു നിന്നും കർണൻ്റെ ശബ്ദം. കരുണദാസ് ഞെട്ടി. എല്ലാം അവൻ അറിഞ്ഞോ? അപ്പോൾ ആ ശബ്ദം വീണ്ടും കേട്ടു. നീ അയച്ച കൂലിക്കൊലയാളി ആ പണി തീരാത്ത ഫ്ലാറ്റിന് താഴെ ചിതറിക്കിടപ്പുണ്ട്. പോലീസ് ട്രേസ് ചെയ്താൽ അയാളെ ഇവിടെ കൊണ്ടുവന്ന് നീയാണെന്ന് തെളിയും. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. മാത്രമല്ല ഇൻ്റർപോളിൻ്റെ കണ്ണിലെ കരടായിരുന്നല്ലോ അയാൾ. മുംബൈയിലും ഡൽഹിയിലും ഒരുപാട് പേരെ വധിച്ച ഷാർപ്പ് ഷൂട്ടർ. പക്ഷെ മോനെ, ഇത് കർണനാണ്. കവചകുണ്ടലങ്ങളില്ലെങ്കിലും ഭാഗ്യം എനിക്ക് തുണയായുണ്ട്. അത്ര വേഗമൊന്ന് എന്നെ കൊല്ലാൻ ഒരു കൊലയാളിക്കും കഴിയില്ലടാ. എനിക്ക് നേരെ ഇങ്ങനെയൊക്കെ നീ നീങ്ങിയ നിലയ്ക്ക് ഞാൻ പ്രതികരിക്കാതിരുന്നാൽ അത് നിന്നെ ഭയന്നിട്ടാണെന്ന് നീ തെറ്റിദ്ധരിച്ചു പോയാലോ? അങ്ങനെ നിനക്ക് പിന്നെയും ആ അഹങ്കാരം വർദ്ധിച്ചു പോയാലോ? അത് മോശമല്ലേ? വേണമെങ്കിൽ ഈ നിമിഷം ഒരു ബുള്ളറ്റ് കൊണ്ട് നിന്നെ എനിക്ക് തീർക്കാം. പക്ഷേ അത്തരം ഒരു സുഖമരണം നിനക്കൊരിക്കലും തരില്ല ഞാൻ. പകരം ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. കരുണദാസിൻ്റെ സിരകളിൽ ഒരു വിറയലുണ്ടായി. പേടിയോടെ അയാൾ ചുറ്റും നോക്കി. അടുത്ത നിമിഷം ഹൃദയം പിളരുന്ന ഒരു നിലവിളി ജാഫറിൽ നിന്നുയർന്നു. കഥ തുടരും.